മുടിയുമായി ബന്ധപ്പെട്ട പുതിയ ചില ക്ലിപ്പുകൾ കൂടി നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാദ്യം കേൾപ്പിക്കണോ, ഈ ചർച്ച ആദ്യം നടത്തണോ എന്ന കാര്യത്തിൽ ഞാനൊരു ഒരു സ്വന്തമായ ഒരു കൺഫ്യൂഷനിലാണ്. എന്തായാലും ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ആ ചർച്ചക്ക് അല്പം വൈകി ആ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനു മുമ്പ് ആദ്യമായി നമ്മൾ പറഞ്ഞ ചർച്ചയിലേക്ക് തന്നെ നമുക്ക് പ്രവേശിക്കാം. കേരളത്തിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുകയും ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുടെ ശ്മശാന ഭൂമിയിലെ മീസാൻ കല്ലുകളായി മാറുകയും ചെയ്ത ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന വിഷയം വർഷങ്ങൾക്ക് പഴക്കമുള്ള ചില കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് പറയുമ്പോഴൊക്കെ ചില ആളുകൾ സമസ്ത അല്ലെങ്കിൽ വിഘടിത അല്ലെങ്കിൽ മറ്റു ചേളാരി എന്നൊക്കെ പേര് പറയുന്നതോടുകൂടെ ബ്രാക്കറ്റിൽ പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ എന്നത് എത്രയോ അവരുടെ മാസികകൾ തെളിവായി നമുക്ക് മുമ്പിലുണ്ട്. രാഷ്ട്രീയ സമസ്ത. അതിനേക്കാളൊക്കെ ഉപരിയായി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ഉസ്താദ് കോട്ടൂർ ഉസ്താദിനെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഒരു ചർച്ചയുണ്ട്. അതിൽ അദ്ദേഹം കോട്ടൂരിനെ കുറിച്ച് പറയുന്നത് രാഷ്ട്രീയ സമസ്തയിലേക്ക് കോട്ടൂർ വരാൻ തയ്യാറായിട്ടില്ല എന്നാണ്. രാഷ്ട്രീയ സമസ്തയിലേക്ക് കോട്ടൂർ വരാൻ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സമസ്ത വന്നപ്പോഴാണ് കോട്ടൂർ സമസ്തയിൽ പ്രവർത്തിക്കാൻ തയ്യാറായത്. 89 ശേഷമാണത്. അങ്ങനെ തുടങ്ങി രാഷ്ട്രീയത്തിനെതിരെ, രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കുന്നതിനെതിരെ ഒക്കെ പറഞ്ഞത് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക് വലിയ ഉപകാരപ്രദമായിരിക്കും എന്ന് മാത്രം അത് സംബന്ധിയായി ഞാൻ നിങ്ങളോട് ഇപ്പോൾ സൂചിപ്പിക്കുന്നു. ഇവിടെ വിഷയം അതല്ല. ഇപ്പോ കേരളത്തില് 2 പുതിയ സംഘടനകളാണ് ഒന്ന് ഇപ്പൊ പ്രസവിക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തിൽ. കേരള രാഷ്ട്രീയത്തിലെ ഗർഭത്തിൽ നിന്നും 2 പുതിയ കുട്ടികൾ ഉദയം ചെയ്യാൻ പോവുകയാണ്. അത് ചാപ്പിള്ളാരാവുമോ എന്തോ, അതൊക്കെ വഴിയെ നോക്കിക്കാണാം. അല്ലെങ്കിൽ എന്ത് വൈകല്യമുള്ളവരായിരിക്കാം എന്നൊക്കെ പ്രസവശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച നടത്താം. പക്ഷെ അതിനു മുമ്പായി ഇതിലെ ചില കൗതുകമാണ് ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത്. 2 വെള്ളക്കച്ചവടക്കാരുടെ രാഷ്ട്രീയ രൂപീകരണമാണ് സത്യത്തിൽ കേരളം കാണാൻ പോകുന്നത്. 2 വെള്ളക്കച്ചവടക്കാർ. അതില് ഒരാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഒരാളുടെ വെള്ളക്കച്ചവടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വെള്ളം കുടിച്ചാൽ ഭ്രാന്താകുന്നില്ലതാണ്. ആള് ഭ്രാന്തനാകും. മറ്റയാളുടെ കച്ചവടത്തിന്റെ പ്രത്യേകത ഭ്രാന്തന്മാരായ ആളുകൾ മാത്രമേ ഉള്ളൂ അയാളെ വെള്ളം കുടിക്കൊള്ളൂ എന്നുള്ളതാണ്. ഒരാളെ വെള്ളം കുടിച്ചാൽ ആൾക്കാർക്ക് ഭ്രാന്താവും. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. മറ്റൊരാള് ഭ്രാന്തന്മാരായ ആളുകൾ മാത്രം കുടിക്കുന്ന വെള്ളവുമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. 2 വിഭാഗത്തിനും അവരുടെ വെള്ളക്കച്ചവടം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമാണ്. അതിനേക്കാളേറെ ഇവിടെ കൗതുകരമായൊരു വസ്തുത, ഈ 2 ആളുകളും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയ ആൾക്കാരാണ്. 2 ആളുകളെയും മറ്റൊരു പ്രത്യേകത, അവരുടെ പാർട്ടിയുടേതാണെങ്കിലും സംഘടനയുടേതാണെങ്കിലും അച്ഛനും മക്കളുമാണ് അതിന്റെ
എല്ലാം. ഈ രണ്ടാളുകളും സാമുദായിക സംഘടനകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. രണ്ടാളുകൾക്കും ആത്മീയമായ അവരുടെ പിന്മലല്ല. ഇനി ഏത് മതാണെങ്കിലും രണ്ടാളുകൾക്കും ഇല്ല. അവരുടെ ആശയവും ആദർശവുമായി ബന്ധപ്പെട്ട് ഒരു അതിന്റെ നിലപാടുകൾക്ക് നേരെ വിരുദ്ധാണ്. അവരുടെ മതകീയ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട ആശയങ്ങൾക്ക് നേരെ വിരുദ്ധമാണ് രണ്ടാളുടെയും പ്രവർത്തനം. സത്യത്തിൽ ഈ രണ്ടാളുകളെയും ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ രണ്ടാളുകളും രാഷ്ട്രീയം രൂപീകരിക്കാൻ തെരഞ്ഞെടുത്തത് ഒരേ സമയമാണ്. രണ്ടും വിശാല മുന്നണികളാണ്. അല്ലേ? നായർ ടു നമ്പൂതിരി ഒരാള്. ഇയാള് സകല ആളുകളെയും മുസ്ലിങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കേരള മുസ്ലിം ജമാഅത്ത്. കേരള മുസ്ലിം ജമാഅത്ത് മുജാഹിദ് സുന്നി എന്നൊക്കെ പാടിടുന്നു കൂടുതൽ നന്നായി എന്നത്. അല്ലേ? ജമാഅത്തിൽ മാത്രം നിർത്തേണ്ടിയിരുന്നില്ല, മുജാഹിദിനും കൂടിയും കൂട്ടിക്കളിയും. ഇത് വിരൽ ചൂണ്ടുന്നത് ചില കാര്യങ്ങളിലേക്കാണ്. കേരളത്തിൽ ഇപ്പോ ചില ആളുകൾ മുസ്ലിം എന്ന പദം കേൾക്കുന്നത് തന്നെ താല്പര്യമില്ലാത്ത ആളുകളായിരുന്നു. മുസ്ലിമോ ഇസ്ലാമോ മർക്കസ് തർബിയത്തിൽ ഇസ്ലാമിയത്തരെ അവർക്ക് സുന്നി എന്ന് പറയാൻ ബേജാറാ, പേടിയാ, അഭിമാനത്തിന് ക്ഷതമേൽക്കുമല്ലോ. എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു നമ്മെക്കുറിച്ച് ഉന്നയിച്ചിരുന്നത്. എന്താ ഒരു മുസ്ലിം, എന്താ സുന്നി എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ എല്ലായിടത്തും വേണ്ടയിടത്തും വേണ്ടാത്തയിടത്തും സുന്നി 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 എന്നിട്ട് ആൾക്കാരിപ്പോ സുന്നിയാണ് എന്ന് പറയാൻ പോലും ഭയപ്പെടുന്നൊരവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ആളുകൾ കേരളത്തിൽ വന്ന സമയത്ത് അവരുമായി സഹകരിച്ചുകൊണ്ട് ശരീഅത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയെ പോയി കാണാൻ തീരുമാനിച്ചപ്പോ ഇവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്. സമസ്ത ജമിയത്തുൽ ഉലമയുടെ ആളുകൾക്ക് സുന്നികൾക്ക് ഒറ്റക്ക് പോയാൽ മതി, ഇവരുമായി സഹകരിക്കണ്ട. ശരീഅത്ത് സംരക്ഷിക്കാൻ പോലും സുന്നികൾ ഒറ്റക്ക് പോണം. അത് പറഞ്ഞത് കേൾക്കാതെ ഇവരുമായി സഹകരിച്ചതാണ് ഞങ്ങൾ ഇത് എതിർക്കാൻ കാരണം, ശംസുൽ ഉലമയെ എതിർക്കാൻ കാരണം. സുന്നി അല്ലാത്ത മറ്റൊന്നും തൊടാൻ പറ്റുകയില്ല. സുന്നികളല്ലാത്ത മറ്റൊന്നും ഇസ്ലാം എന്ന് മുസ്ലിം എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റുകയില്ല. മൊത്തത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു സംവിധാനവുമായി സഹകരിക്കാൻ പറ്റുകയില്ല. സുന്നി എന്ന് സ്പെസിഫിക് ചെയ്യണം. രാഷ്ട്രീയമായാലും മറ്റ് എന്ത് സംവിധാനമായാലും വിദ്യാഭ്യാസ സ്ഥാപനമായാലും എന്ത് പറയുമ്പോഴും സുന്നി മാത്രം പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. തീവ്ര സുന്നി വാദക്കാരായി രംഗത്ത് വന്ന ആളുകൾ അവസാനം അവരിൽ സുന്നിയില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടത് കൊണ്ടാവാം ഇപ്പോൾ കാനേഷുമാരി മുസ്ലിമായി മാറാൻ അവർ തീരുമാനിച്ചത്. അല്ലാഹു അഅലം. എന്തായാലും എല്ലാ മുസ്ലിങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അത്രേ കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിക്കാൻ പോകുന്നത്. ചില ആളുകൾക്കൊരു സംശയം, ഇനിയും ഇത് രൂപീകരിക്കാൻ നയപ്രഖ്യാപനം നടത്താൻ 5 ദിവസം ബാക്കിയുണ്ടല്ലോ, എന്ത് ഞങ്ങൾ ഇപ്പൊ പറയുന്നു? ഞങ്ങൾ ഇപ്പൊ പറയാനൊരു കാരണമുണ്ട്. ഇന്ന് നിങ്ങളിത് അങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറയലോ, അല്ലേ? അതിന് ധൈര്യം കാണിക്കാൻ സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കാനാണ്. കാരണം നിങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താണോ വരുന്നത് വന്നതിനനുസരിച്ച് ന്യായീകരിക്കാനല്ലാതെ ഇന്നത് വരൂല, വരാൻ പറ്റുകയില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ ഈ വിഭാഗത്തിൽ ആരുടെയെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് റൈസാൻഡ് ചെയ്ത് വരാനുള്ള അവസരമാണ് ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ. വന്ന ശേഷം എന്ത് സംഭവിച്ചാലും അതിനെ ന്യായീകരിക്കും. വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു വാക്ക് പറയാൻ നിങ്ങൾക്കാർക്കും സാധിക്കുമോ? ഉണ്ടാവോ? ഞങ്ങള് സുന്നത്ത് ജമാഅത്തിന്റെ അല്ലാത്ത ആളുകളുമായി ഞങ്ങൾ സഹകരിക്കൂല, ഒരു സഖ്യവും ഉണ്ടാക്കൂല. സുന്നികൾ മാത്രമായി മത്സര രംഗത്തിറങ്ങും, സുന്നികൾക്ക് മാത്രം വോട്ട് ചെയ്യും,
സുന്നി എന്നല്ലാതെ ഞങ്ങൾക്ക് മുമ്പിൽ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഇപ്പൊ വെല്ലുവിളിക്കുക. കാരണം നിങ്ങൾ ആ വാക്കൊന്ന് റെക്കോർഡ് ചെയ്ത് ഇവിടെ സൂക്ഷിക്കുക മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ 10-ാം തീയതി വരെ ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു തരുന്നു. വെറുതെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അത്ര മാത്രമാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാ ഉറപ്പും ഞങ്ങളെ ക്ലാസ് റൂമിൽ ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിക്കുന്നതിനും അങ്ങനെ സംഘടിച്ച ആളുകളുമായി സഹകരിക്കുന്നതിനെയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഇസ്ലാം മുസ്ലിം എന്ന് കേൾക്കുന്നത് തന്നെ അരോചകമായി വളർത്തിയെടുത്തൊരു സമൂഹമാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ളത്. ഞാനൊക്കെ മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയിൽ പഠിച്ചിരുന്ന സമയത്ത് മർക്കസ് സക്കാഫത്ത് സുന്നിയിൽ പഠിക്കുന്ന ആളുകൾ നമ്മളെ വളരെ മോശമായി നമ്മളെ പരിഹസിച്ചിരുന്നു. ഇസ്ലാമിയാണ്, ഓൽക്ക് സുന്നി എന്ന് പറയാൻ ധൈര്യമല്ല. മർക്കസ് തർബിയത്ത് സുന്നിയ എന്നൊരു പറയില്ല, ഇസ്ലാമിയ എന്നേ ഒരു പറയുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടി ജാമിയ നൂരിയെയും മർക്കസ് തർബിയത്ത് ഇസ്ലാമിയെയും പരിഹസിച്ചിരുന്ന ആളുകൾ അവസാനം ഇവരുടെ പേരെന്താക്കി നിങ്ങള്? ജാമിയ മർക്കസ് സക്കാഫത്ത് സുന്നിയത്തുൽ ഇസ്ലാമിയ എന്നാക്കി. അപ്പൊ അങ്ങനെ പേര്. ഇപ്പൊ പേര് ജാമിയ മർക്കസ് സക്കാഫത്ത് സുന്നിയത്തുൽ ഇസ്ലാമിയ. ഇപ്പൊ പുതിയ പേരങ്ങനെ നോക്കൊണ്ടു. ഇപ്പൊ അവരുടെ പുതിയ നാമകരണം അവരുടെ എല്ലാ രേഖകളിലും ഇപ്പോ എല്ലാ സ്ഥലങ്ങളിലും അവർ എഴുതുന്നത് മർക്കസ് സക്കാഫത്ത് സുന്നിയത്തുൽ ഇസ്ലാമിയാണ്. മാറ്റം. അപ്പൊ ഈ സുന്നി ഏതാ? ഇപ്പൊ പറയുന്ന സുന്നി അത് സുന്നിയത്തുൽ ഇസ്ലാമിയ. അതായത് ഷിയ സുന്നി വിഭാഗം ഉണ്ടല്ലോ, അതിൽ ഞങ്ങൾ സുന്നിയാണ്. അത്രേ ഉള്ളൂ. ഇപ്പോ ഷിയ സുന്നി വിഭാഗത്തിലെ സുന്നിയാണ്. അതായത് ജമാഅത്ത് മുജാഹിദൊക്കെ ഉൾക്കൊള്ളുന്ന ആ സുന്നി ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അപ്പൊ ഞങ്ങൾ ആ ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിമാണ്. ഈ രൂപത്തിലേക്ക് പെരുമാറി. പള്ളിക്ക് മുഴുവൻ എന്തായിരുന്നു പേര്? സുന്നിപ്പള്ളി. മദ്രസിന് എന്താ പേര്? സുന്നി മദ്രസ. വിദ്യാഭ്യാസ ബോർഡിന് എന്താ പേര്? സുന്നി വിദ്യാഭ്യാസ ബോർഡ്. സകലതും സുന്നി അല്ലേ? വീടുകളെ പേരോ സുന്നി വീട് അല്ലേ? എല്ലാത്തിനും സുന്നിയിട്ട ആളുകൾ. ഒരു സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ സുന്നി, ഖണ്ഡൻ ഉണ്ടാക്കുകയാണെങ്കിൽ സുന്നി, ഒരു എഴുത്തെഴുതുകയാണെങ്കിൽ സുന്നി. എല്ലായിടത്തും ആവശ്യത്തിനും അനാവശ്യത്തിനും സുന്നി 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 എന്ന് പറഞ്ഞ നടന്ന ആളുകൾ ഇപ്പോ സുന്നി അനുകൂല. സുന്നി വേണ്ട, കേരള മുസ്ലിം ജമാഅത്ത് അത്രേ അല്ലേ? നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകൾക്ക് പങ്കെടുക്കാവുന്ന സംഘടന അപ്പുറത്ത്. ഇപ്പുറത്ത് സകല ജാതി ആളുകൾക്കും മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കുന്ന ഒരു സംഘടന. പിന്നെന്താ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കുഴപ്പം? മുസ്ലിം ലീഗിന്റെ കുഴപ്പം എന്തായിരുന്നു? മുസ്ലിം ലീഗിൽ എല്ലാവരും ഉണ്ട്. ജമാഅത്തുകാരുണ്ട്, മുജാഹിദുകാരുണ്ട് അല്ലേ? അതുപോലെ തന്നെ തബ്ലീഗുകാരുണ്ട്, സുന്നികളുണ്ട്. പിന്നൊരു കുഴപ്പം തീർന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുസ്ലിം ലീഗിൽ സ്ഥാനമില്ല. സമസ്ത പറയുന്നത് ലീഗ് കേൾക്കൂല. ഇതായിരുന്നു പ്രശ്നം. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്നായിരുന്നു 1974 മുതൽ ഈ മൂപ്പർ പറഞ്ഞു പോന്നിരുന്നത്. 79 പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു പോന്നിരുന്ന കാര്യം അതായിരുന്നു. സമസ്ത പറഞ്ഞാൽ സുന്നി കേൾക്കൂല, സമസ്ത പറഞ്ഞാൽ ലീഗ് കേൾക്കൂല. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്ത് പറഞ്ഞിട്ട് അറിയങ്ങള്? സമസ്ത പറഞ്ഞതേ ലീഗ് കേൾക്കുള്ളൂ. അതിന് പേരിൽ എപ്പോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം? അന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണത് സമസ്ത പറഞ്ഞാൽ ലീഗ് കേൾക്കൂല പറഞ്ഞിട്ടാണ്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് സമസ്ത പറഞ്ഞാലേ ലീഗ് കേൾക്കുള്ളൂ. പഴയ കാലത്ത് ഞാൻ സ്ഥാപനം നടത്തിയപ്പോ ഒരു ദാസൻ പറഞ്ഞ എംപ്ലോയി ഉണ്ടായി നിൽക്കുക. അപ്പൊ അയാൾ ഫുള്ള് ചാരായ അടിച്ച ലിറ്റർ കണക്കിന് ചാരായ അടിച്ചാകെ അവശ നിലയിലായി എന്റെ മുമ്പിൽ ഇങ്ങനെ കരയായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ സാമ്പത്തികമായി കുറച്ച് പ്രശ്നത്തിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ അയാൾക്ക് അദ്ദേഹത്തിന് ആവശ്യമായ സാമ്പത്തികമായ ആ പൈസ ഞാൻ തരാം, നീക്കളും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ സമാധാനിപ്പിച്ചു.
അങ്ങനെ പോയി മൂപ്പര് പിന്നെ അടിച്ചു വന്നു. ഈ അടിച്ച അത്ര തന്നെ വീണ്ടും. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്തിനാന്ന് ചോദിച്ചു. ഇത് സന്തോഷം കൊണ്ടാണ്. അപ്പൊ അയാൾക്ക് എന്തായാലും പൈസ കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തതിന്റെ പേരിലടിക്കും, കിട്ടീന്റെ പേരിലടിക്കും എന്ന് പറഞ്ഞതുപോലെ ഇയാൾ രാഷ്ട്രീയം പാർട്ടി ഇയാൾ രൂപീകരിക്കും. ഇയാൾക്കൊരു സംഘടന, ഒരു ഭൗതിക സംഘടനയുടെ നേതാവായി ഇയാൾക്ക് ഇവിടെ വിരാജിക്കണം എന്ന് ഇദ്ദേഹത്തിന്റെ എന്നത്തെ ആഗ്രഹം. അത് സമസ്ത പറഞ്ഞത് ലീഗ് കേൾക്കൂല എന്ന് പറഞ്ഞിട്ടും രാഷ്ട്രീയം ഉണ്ടാക്കും. ഇനി സമസ്ത പറഞ്ഞത് ലീഗ് കേൾക്കുമ്പോൾ സമസ്ത പറഞ്ഞതേ ലീഗ് കേൾക്കുള്ളൂ പറഞ്ഞിട്ടും രാഷ്ട്രീയം ഉണ്ടാക്കും. എന്തിന്റെ പേരിലായാലും രാഷ്ട്രീയം ഉണ്ടാക്കാൻ അദ്ദേഹം ആദ്യം തീരുമാനമെടുത്തതാണ്. അതുകൊണ്ട് അയാൾ അതിന് പിന്മാറൂല. മറ്റേ വെള്ളടിക്കണ മാതിരി എന്തിന്റെ പേരിലായാലും വെള്ളടിക്കും. ഒന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ കിട്ടാത്ത വിഷമത്തിൽ, കിട്ടിയ സന്തോഷത്തിൽ. അപ്പൊ ഇദ്ദേഹം ഏത് വിഷയത്തിലാണെങ്കിലും ഇവിടെ രാഷ്ട്രീയം ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ്. ഇപ്പൊ ലീഗിന്റെ കുഴപ്പമാകെ എന്താ? മറ്റേത് ലീഗ് എല്ലാവരും പ്ലാറ്റ്ഫോമാണെന്നാണ് ലീഗിന്റെ പ്രശ്നം. സമസ്തക്കാരും പിന്നെ സുന്നികളും ജമാഅത്തും മുജാഹിദും തബ്ലീഗും ഒക്കെ പാടുള്ള ഒരാളുകളുടെ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് സഹകരിക്കാൻ പറ്റൂല. ഇപ്പൊ അടുത്ത കാലത്ത് എന്താ പറയുന്നത്? സമസ്ത ലീഗ് പൊതു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ആകണം. പക്ഷെ ലീഗ് അത് ചെയ്യുന്നില്ല. സമസ്തക്കാർ പറയുന്നിടത്ത് മാത്രമാണ് ലീഗ് നിൽക്കുന്നത്. ഇപ്പൊ എന്താ കുഴപ്പം? അപ്പൊ ആർക്കാ കുഴപ്പം? ഇപ്പൊ ഇവിടെ രാഷ്ട്രീയമായി ലീഗിനാണോ പ്രശ്നമുള്ളത്? സമസ്തക്കാണോ പ്രശ്നം? അതോ ഈ മുസ്ലിയാർക്കാ പ്രശ്നം? ഒന്നുമില്ലെങ്കിൽ സമസ്ത പറയുന്നത് കേൾക്കുന്ന ലീഗാണ് ഇപ്പെങ്കിൽ പിന്നെന്താ ആ സമസ്തയിലാണ് നിന്നാ പോരെ. കാരണം സമസ്ത പറഞ്ഞാൽ ഏതായാലും ലീഗ് കേൾക്കുകയാണ്. പിന്നെന്താ പ്രശ്നം? അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രശ്നം അതൊന്നുമല്ല. മൂപ്പർക്കൊരു പനിയാണ്. ആ പനി ഒരു കട്ടില് കണ്ടിട്ടുള്ള പനിയാണ് മൂപ്പരത്. ആ കട്ടില് പാണക്കാട്ടെ കുട്ടികളെ കട്ടിലാണ്. പാണക്കാട്ട് കുട്ടികളുടെ പാണക്കാട്ട് സാദാത്യങ്ങളുടെ കട്ടില് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിന്റെ പനി. ആ പനി തുടങ്ങിയത് ഇദ്ദേഹത്തിന് വർഷങ്ങളായി. തങ്ങൾ പാപ്പാന്റെ കാലം മുതൽ ഇദ്ദേഹത്തിന് ആ പനി തുടങ്ങിയതാണ്. ഇയാളെ കണ്ണ് അവിടേക്കാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും മതപരമായും എല്ലാ അർത്ഥത്തിലും നേതാവായി അംഗീകരിക്കുന്ന പാണക്കാട് സാദാത്യങ്ങളെ കട്ടില് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിന്റെ പനി. ഇയാൾക്ക് ഒരു സുന്നി നേതാവ് മാത്രമായ പോരാ. സമസ്തയിലാകുകയാണെങ്കിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറി തന്നെ ആവണം. രാഷ്ട്രീയപരമായി വലിയ പിന്നെ ഉള്ള രാഷ്ട്രീയമായ അധികാരങ്ങളും പവറുകളും അദ്ദേഹത്തിന്റെ കയ്യിൽ വേണം. ഇതൊക്കെയുള്ള പാണക്കാട് സാദാത്യങ്ങളോടായിരുന്നു സത്യത്തിൽ അല്ലേ ഇദ്ദേഹത്തിന്റെ താൽപര്യം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രാഷ്ട്രീയം പറയാൻ രൂപീകരിച്ചതല്ലെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോട്ടക്കൽ ജില്ലാ പണ്ഡിത കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഇത് പഴയതല്ലേ? പഴയത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രാഷ്ട്രീയത്തിന് വേണ്ടി രൂപീകരിച്ചതല്ല. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തെ രാഷ്ട്രീയ നേതൃത്വം, രാഷ്ട്രീയ സമസ്ത എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ആളുകൾക്ക് മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസിനെയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസിനെയും മഹാനായ കെ കെ അബൂബക്കർ ഹസ്രത്ത് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് ഇതുപോലെയുള്ള മഹാമനീഷികളെ രാഷ്ട്രീയക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട്, രാഷ്ട്രീയ സമസ്തക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ആളുകൾ ഇപ്പോ സ്വയം രാഷ്ട്രീയക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയും ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുകയില്ല. ഞങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിക്കുന്നത് രാഷ്ട്രീയമായി അതിനൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് റെസാൻഡ് ചെയ്താണ്. 10-ാം തീയതി പി പി അത് പറഞ്ഞു എന്ന് വരും. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഞങ്ങൾക്കതിൽ ഒരു കാഴ്ചപ്പാടുമില്ല. അത് ഇത്ര ദിവസം കേരളം കണ്ടതല്ലേ. ഒരു സംഘടന രൂപീകരിക്കേണ്ട ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഒന്നിലും ഉണ്ടാവില്ല, രാഷ്ട്രീയവുമായി ഞങ്ങൾക്ക് ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ മാറിയും മറിഞ്ഞും ഇപ്പോ കേരള രാഷ്ട്രീയത്തിൽ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ഒരച്ഛനും മകനും വെള്ളക്കച്ചവടക്കാരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരച്ഛനും മകനും മർക്കസിൽ നിന്ന് ഇതേ വാർത്തകൾ തന്നെ പറയാം. ഇപ്പൊ ഇവിടെ കളിച്ച കളികളുണ്ടല്ലോ, ഇതേ പ്രഖ്യാപനങ്ങളായിരിക്കും. രാഷ്ട്രീയപരമായി ഞങ്ങൾക്ക് ലക്ഷ്യമില്ല, ഇത് പറഞ്ഞിട്ടായിരിക്കും സംഘടന ഉണ്ടാക്കുക. സംശയമൊന്നുമില്ല. രാഷ്ട്രീയമല്ല, അതൊട്ട് ലക്ഷ്യം ഉണ്ടാവില്ല. ഞങ്ങൾ ഈ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്ത് നിങ്ങൾ തിരുത്തിക്കൊള്ളിൻ. ഞങ്ങളിപ്പോ ഈ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ റൈസാൻഡ് ചെയ്ത് നിങ്ങളൊന്ന് പറയും. ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ഞങ്ങൾ വെറുതെ ഒരു ക്ലിപ്പ്, ചെറിയൊരു ക്ലിപ്പാക്കിയിട്ട്, വളരെ ചെറിയൊരു ക്ലിപ്പാക്കി ഒരു വാട്സപ്പിലും ഫേസ്ബുക്കിലും 10-ാം തീയതി വരെ ഞങ്ങൾ പ്രചരിപ്പിക്കൂല. ഒരു സംശയമല്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം.
5 ദിവസം ഗ്യാരണ്ടി ഉണ്ടാവും. സംശയം നിങ്ങൾക്ക് ഏപ്പിനെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ ധൈര്യം ഉണ്ടെങ്കിലും ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യും അല്ലേ? പക്ഷെ ഞങ്ങളൊരു കാര്യം ഞങ്ങൾ പറയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രാഷ്ട്രീയ സംവിധാനം രൂപീകരിക്കൂല. എഴുതിച്ചോളി നിങ്ങൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കൂല. സമസ്തക്കത് ലക്ഷ്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലീഗ് ഞങ്ങൾ പറയുന്നത് കേട്ടാലും ശരി, നിങ്ങൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞാൽ കേട്ടിരുന്നില്ല, അന്നും ശരി, ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്നല്ലോ, കേൾക്കുകയാണെങ്കിലും ശരി, ഇനി കേൾക്കുന്ന പൗതി കേൾക്കുകയാണെങ്കിലും ശരി, 75% കേൾക്കുകയാണെങ്കിലും ശരി, 25% കേൾക്കുകയാണെങ്കിലും ശരി, തീരെ കേൾക്കണില്ലെങ്കിലും ശരി, മാർക്സിസ്റ്റ് പാർട്ടി കേൾക്കുന്നുണ്ടെങ്കിലും ശരി, മാർക്സിസ്റ്റ് പാർട്ടി കേൾക്കണില്ലെങ്കിലും ശരി, മാർക്സിസ്റ്റ് പാർട്ടി 50% കേൾക്കുകയാണെങ്കിലും ശരി, BJP കേൾക്കുന്നുണ്ടെങ്കിലും ശരി, BJP കേൾക്കണില്ലെങ്കിലും ശരി, ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കൂല. നിങ്ങൾക്കൊന്ന് പറയാൻ ധൈര്യം കാണിച്ചാണ് നിങ്ങൾ അങ്ങനെ രാഷ്ട്രീയം അല്ലേ? ഞാനിപ്പോ ഇന്ന് പഴയ കുറെ അവരുടെ അല്ലുർഫാദും സെൻസിങ്ങും ഒക്കെ വായിക്കുന്നു. അതിലൊക്കെ ബ്രാക്കറ്റ് ഇട്ടിട്ട് സമസ്ത, വിഘടിത സമസ്ത, ചേളാരി സമസ്ത, ബ്രാക്കറ്റിൽ രാഷ്ട്രീയ എഴുതിക്കുക. രാഷ്ട്രീയ രാഷ്ട്രീയ സമസ്ത. ഞാൻ അതന്നെ സത്യത്തില് അതിങ്ങനെ നോക്കുമ്പോ ഞാൻ വല്ലാതെ വേദനിച്ചു പോയി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയാണല്ലോ ഈ പറയുന്നത്. KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദിനെയാണല്ലോ ഈ പറയുന്നത്. രാഷ്ട്രീയ സമസ്ത, രാഷ്ട്രീയ നേതാക്കന്മാര് അല്ലേ? രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ, രാഷ്ട്രീയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കൊണ്ടുപോയി കെട്ടിയ ആളുകൾ, രാഷ്ട്രീയത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിനെ തകർത്ത ആളുകൾ, രാഷ്ട്രീയത്തിന് വേണ്ടി കൊയലൂത്ത് നടത്തുന്ന ആളുകൾ, രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അല്ലേ? എന്തൊക്കെ ആക്ഷേപങ്ങളായിരുന്നു നിങ്ങൾ ഉന്നയിച്ചത്? നിങ്ങളെ സ്ഥിതി ഇപ്പം എന്താ? ഇനിയിപ്പോ നിങ്ങളൊരു സംഘടന ഉണ്ടാക്കി, നിങ്ങൾ ഈ കേരള മുസ്ലിം ജമാഅത്ത് എന്നല്ല കണ്ട ഞങ്ങൾ മുടീനെ അർത്ഥം പൊക്കുള്ളൂ. നിങ്ങൾ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, ഇപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞുതരാം അല്ലേ? ഇപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞുതരാം. KMJ എന്ന് പറഞ്ഞാൽ കേരള മുടി ജമാഅത്തിനെ ഞങ്ങൾ അർത്ഥം പൊക്കുള്ളൂ. ജേക്ക് വേറെ അർത്ഥം കുട്ടികളാരും വെച്ചിട്ടില്ലെങ്കിൽ അത്ര കാലം നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് മാത്രം. അത് ഞാൻ ഏതായാലും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ അത്ര മാത്രം നിങ്ങളോട് ഞങ്ങൾ സൂചിപ്പിച്ചു തരാം. ഇത് സത്യത്തിൽ ഇത് കാണും വരെ ഞങ്ങൾ മുടീനെ അർത്ഥം പൊക്കോളൂ. നിങ്ങൾ എന്തുണ്ടാക്കിയിട്ടും കാര്യമല്ല. നിങ്ങൾ എന്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾ എന്ത് പേരിട്ടിട്ട് എന്താ കാര്യം? അതെന്താ ഏതാ പാർട്ടി? നമ്മളെ മുടിക്കാരേ, അവിടെ ആരുടെ സ്ഥാനാർത്ഥിയാണ്? അവിടെ മുടിക്കാരനെ. അതാരുടെ പ്രകടനം? മുടിക്കാരതേ. അവളായിരുന്ന യോഗ അത് മുടിക്കാരുതടാ. ഇത് നിങ്ങൾ എന്തുണ്ടാക്കിയാലും മുടിക്കാര് എന്നല്ലാതെ നിങ്ങൾ എന്ത് പേരിട്ടിട്ടും കാര്യമല്ല. അത് രാഷ്ട്രീയാക്കിയാലും അരാഷ്ട്രീയാക്കിയാലും മതാക്കിയാലും അമതാക്കിയാലും അഹമ്മദിയാക്കിയാലും ഒന്നും കാര്യമല്ല. എന്തായാലും നിങ്ങളെ പൊതുജനം മുടി എന്നല്ലാതെ വിളിക്കൂല. ഏതാണ് അയാള്? ആരാ വാർഡിൽ മത്സരിക്കണം? അവിടെ ഒരു മുടിയടാ ഒരു സ്ഥാനാർത്ഥി. ഇവിടെ ആരുടെ മത്സരിക്കണം? ഇവിടെ ഒരു മുടിയാണ് സ്ഥാനാർത്ഥി. അതായതുള്ള ചിഹ്നം, അതൊരു മുടിക്കാരുള്ള ചിഹ്നം. ആരായിക്കൂടി പോളും. അവിടെ ആരാ സംസാരിക്കണം? അതാ 4 മുടിക്കാരാണ്. ഇങ്ങനെയല്ലാതെ ഈ കേരള മുടി ജമാഅത്ത് എന്നല്ലാതെ നിങ്ങൾക്കൊരിക്കലും ഇതിന്റെ അപ്പുറത്തൊരു പേര് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ എന്തുണ്ടാക്കിയാലും അത് മുടിക്കാരുതെന്നാ. ഇനിയിപ്പോ നിങ്ങളിപ്പോ ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് നടത്തണം? ഇപ്പൊ പ്രകടനം നടത്തേണ്ടി വരുമ്പോ ആരാ പ്രകടനം എന്ന് വെച്ചാൽ 4 ആളും കൂടി അറിയുന്നല്ലാതെ ഈ മുടി നിങ്ങളെ വിടാൻ ഞങ്ങൾ സമ്മതിക്കൂല. അതിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന എന്ത് കോപ്രായത്തരങ്ങൾ ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ചോളൂ. അത് വിജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ നിങ്ങളെ പേര് വീണ് കഴിഞ്ഞു. അതിനെ മറച്ചു പിടിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് വന്നിട്ടും കാര്യമില്ല. ഞാൻ ചില അഹ്സനിമാരോടും പിന്നെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന പല ആളുകളോടും ഇങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം നടത്തി. എന്താപ്പത് അവസ്ഥ? എന്താപ്പ ഈ മുസ്ലിം? മറ്റേതൊക്കെ പോയോ? സുന്നത്ത് ജമാഅത്തൊക്കെ പോയോ? ഒരു സുന്നി ജമാഅത്ത് നിട്ടൂടായിരുന്നോ? കേരള സുന്നി ജമാഅത്ത് നിട്ടൂടായിരുന്നോ? അല്ലെങ്കിൽ കേരള സുന്നി ലീഗ് നിട്ടൂടായിരുന്നോ? അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ സുന്നി ലീഗ് നിട്ടൂടായിരുന്നോ? എന്താ ഇപ്പൊ സംഭവിച്ചത്? എന്താ ഇപ്പൊ സുന്നിക്ക് എന്താ ഇപ്പൊ ഇത്ര കോട്ടം പറ്റിയത്? അതോ സുന്നത്ത് ജമാഅത്ത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടതാണോ? സുന്നീസം ചോർന്നു പോയോ? എന്ത് സംഭവിച്ചു? അല്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
എന്തൊക്കെയായിരുന്നു നിങ്ങൾ പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ 60-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അവരുടെ ലേഖനം വായിക്കാൻ എനിക്ക് ഞാൻ പിന്നെ കാരണമായി. ആ ലേഖനത്തില് അവരെഴുതിയതാ പച്ച സമസ്തക്കാർക്ക് വലിയ ആവേശമൊന്നും കണ്ടില്ല. അതുകൊണ്ട് ചില ജില്ലകളിൽ സമ്മേളനത്തിന്റെ ആരവം വഴങ്ങിയതിലാണ് പച്ച സമസ്തക്കാര്. നേതാക്കന്മാരെ, ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട പിന്നെ പാണക്കാട് സാദാത്യങ്ങളെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ നേതാക്കന്മാരെ കുറിച്ച് അവർ പറഞ്ഞിരുന്നതാ പച്ച മൂരി അല്ലേ. ഒരു വിഭാഗം ഉണ്ടാക്കാൻ പോണ ആൾക്കാർ ബീഫിനെതിരാ, മറ്റേ വിഭാഗം മൂരിക്കെതിരാ. ഏകദേശം ഒരു പിന്നെ അല്ലേ, ഇത് ഭയങ്കര ഒരു എത്രങ്ങാനും ഒരു ഞാനിങ്ങനെ 2-3 ദിവസമായിട്ട് എന്റെ മനസ്സിൽ ഇവര് തമ്മിലുള്ള ഈ മറ്റേ പൊരുത്തങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഒന്നിങ്ങനെ രണ്ടാളും അച്ഛനും മകനുമാണ് നേതൃത്വത്തിലുണ്ടാവുക. രണ്ടാൾക്കാർക്കും പിന്നെ വെള്ളക്കച്ചവടമാണ്. ഒരാള് ഇവിടെ വെള്ളം കുടിച്ചാ ഭ്രാന്താകുന്നുള്ളൂ, മറ്റയാള് ഭ്രാന്തുള്ള ആളുകളെ മറ്റയാളെ വെള്ളം കുടിക്കുന്നുള്ളൂ അല്ലേ. രണ്ടാൾക്കാരും പ്രധാനമന്ത്രിനേക്കെന്ന് ആശീർവാദം വാങ്ങിയ ആൾക്കാരാണ്. രണ്ടാൾക്കാരും സാമുദായിക സംഘടന രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പേരിൽ സമ്പന്നരായി കച്ചവടക്കാരായ ആളുകളാണ്. രണ്ടാൾക്കാരും പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് സാമുദായിക സംഘടനയും സ്ഥാപനങ്ങളുമാണ്. രണ്ടാളുകളും മാറി മറിഞ്ഞു വരുന്ന ഗവൺമെന്റുകൾക്ക്, വിജയിച്ചു വരുന്ന ഗവൺമെന്റുകൾക്ക് പിന്തുണ കൊടുക്കുന്ന ആൾക്കാരാണ്. വിജയിക്കുന്ന ശേഷം, മുമ്പല്ല, വിജയിച്ചു വന്നാൽ അവർക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളാണ്. ആര് ജയിച്ചാലും വിജയത്തിന്റെ അവകാശം പിന്നെ വാദം ഉന്നയിക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞികളാണ്. ഇങ്ങനെ നോക്കിയാൽ ഇവർ തമ്മിലുള്ള പൊരുത്തം, സത്യത്തിൽ ഇവർ ഒരാളാണും ഒരാൾ പെണ്ണുമാണെങ്കിൽ തമ്മിൽ കെട്ടിക്കാൻ മാത്രം പൊരുത്തം ഇവർ തമ്മിലുണ്ടായിരുന്നു എന്നിങ്ങനെ ആലോചിക്കും ഞാൻ. വേറെ ഉണ്ടാവില്ല, അത്രമാത്രം പൊരുത്തം. നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ട് തല മുതൽ തല വരെ രണ്ടാളും ഓരോ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. രണ്ടാളുകളുടെയും ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളിലും ഒരു ലേശം വ്യത്യാസം ഉണ്ട് എന്ന് നിങ്ങൾ സൂചിപ്പിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതാണ്. ഇപ്പൊ രണ്ടാളും ഒരുമിച്ചിട്ടാണ് ഇതേപോലെ ഒരു പിന്നെ വിശാലമായ ഒരാള് പിന്നെ നായാടി മുതൽ നമ്പൂതിരി വരെയും അല്ലെ, മറ്റേയാള് സകല മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സംഘടനയുമായി മുന്നോട്ട് പോകുന്നു. ഇവര് തമ്മില് എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സൂചിപ്പിക്കാൻ കഴിയും. രണ്ടാളുകൾക്കും അവരുടെ വെള്ളക്കച്ചവടമാണ് പ്രധാനം. രണ്ടാളുകളും സ്ഥാപനം നടത്തുകയാണ് കാര്യമായ അവരുടെ പ്രവർത്തനം. രണ്ടാളുകളും മതസംഘടനകളാണ്, അവർ മത നേതാക്കന്മാരാണ് എന്ന് സ്വയം അഭിപ്രായപ്പെടുന്നു. ഇപ്പോ രണ്ടാളുകളും ഒരേ ഒരേ ലക്ഷ്യവുമായി മുന്നേറുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഇത് ഒരു താരതമ്യ പഠനം കൂടി നടത്തുകയാണെങ്കിൽ മറ്റാൾ ഒരിക്കലും മുതിർന്ന ജാതികളുമായി ഒരു യോജിപ്പിലും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാ. ഓർക്ക് ഒന്നും കൊടുക്കൂല, ഓർക്ക് പിന്നെ അവരെ പാവപ്പെട്ട ആളുകൾക്കും നമ്മൾ സമ്മതിക്കൂല സംവരണം കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവരുമായി വെറും എന്റെ ജാതി എന്ന് മാത്രം, ആ ജാതിക്കപ്പുറം ചിന്തിക്കാൻ തയ്യാറാവാതെ സ്വന്തം ഈ ജാതിക്ക് വേണ്ടി മാത്രം പോരാടാൻ വേണ്ടി നിയോഗിതനായ ആളാണ് ഞാൻ, ഇതിന്റെ ഉന്നതത്തിൽ എന്ന് വാദിച്ചാർന്ന ആളാണ് അയാള്. ഇപ്പുറത്തോ ഇദ്ദേഹം അങ്ങനെ തന്നെ സുന്നി മാത്രം എന്നേ ഉള്ളൂ എന്ന് പറ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാം ഞാനാണ്, സുന്നിയുടെ അങ്ങേ തലയാണ് ഞാൻ എന്ന് പറഞ്ഞ് പരിശുദ്ധ ദീനില് പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തം കുത്തക ഏറ്റെടുത്ത് നടക്കുന്ന ഇയാള്. ഇപ്പോഴോ ഇപ്പത്തെ സ്ഥിതി എന്താ? സുന്നി പോയി, മറ്റേയാൾക്ക് മറ്റേയാളെ ജാതി പോയി, ഇയാൾക്ക് ഇവിടുത്തെ ആദർശം പോയി. അണ്ടിപോയ അണ്ണാനെ പോലെ എന്ന് പറഞ്ഞാൽ ആദർശവും ആശയവും നഷ്ടപ്പെട്ട ആളുകളായി ഇവർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാൾക്കും അതിലൊരു ലക്ഷ്യമല്ല. അപ്പോ ഇതൊക്കെ ഇവർക്കൊരു ചവിട്ടുപടി മാത്രമായിരുന്നു, ഒരു കോണിപ്പടി മാത്രമായിരുന്നു അവർക്ക് ഉന്നതിയിലെത്താൻ. അവരുടെ സമുദായം, അവരുടെ മതം,
അവരുടെ ആശയം, ആദർശം, ഇതൊക്കെ ഇവര് മുമ്പേ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിത നിലവാരമായിരുന്നു ഇവർക്ക് മുമ്പിൽ. ഇതൊക്കെ ഈ ആളുകളെ മുമ്പിലൊക്കെ അവർക്ക് മുമ്പ് സ്വപ്നം കണ്ടിരുന്ന ഒരു പഞ്ചനക്ഷത്ര ജീവിതം. എല്ലാ അധികാരങ്ങളും പണവും അധികാരവും സമ്പത്തും നേതൃത്വവുമൊക്കെ തന്റെ കൈക്കുള്ളിൽ എത്തിച്ചേരാൻ വേണ്ടി, തന്റെയും തന്റെ സന്താനങ്ങളുടെയും കൈക്കുള്ളിൽ മാത്രം ഒതുക്കാൻ വേണ്ടി നടത്തിയിരുന്ന ചില ശ്രമങ്ങളായിരുന്നു. അതിനായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഭിന്നിപ്പുണ്ടാക്കിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ ലക്ഷ്യം എന്തായിരുന്നു? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ സെൻസിങ്ങിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകൃത ലക്ഷ്യം അത് ആദർശമാണ്. സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താനാണ്, ആദർശത്തെ പഠിപ്പിക്കാനാണ്. ആദർശമായിരുന്നു. ഇപ്പൊ പറഞ്ഞത് 10 കൊല്ലം. ഇന്ന് ഞാൻ ഒരാളോട് സംസാരിച്ചു, ഞാൻ റെക്കോർഡാക്കിയിട്ടൊന്നുമില്ലല്ലോ, റെക്കോർഡാക്കണ ഉറപ്പാട് നമുക്ക് 10 കൊല്ലം ഇനി സ്വാതന്ത്ര്യം മതി. സ്വാതന്ത്ര്യം 10 കൊല്ലം അല്ലേ? 10 കൊല്ലം ഇനി സ്വാതന്ത്ര്യം. ഓരോരോ കാലയളവ് നിശ്ചയിക്കലാണ്. ആദർശം 25 കൊല്ലം മതി. കാരണം ഒരു 23 കൊല്ലം മതി ആദർശം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ടാണല്ലോ അത് മൂപ്പര് പൂർത്തിയാക്കിയല്ലോ അല്ലേ? ഇനി ബാക്കി പിന്നെ 10 കൊല്ലം ഇനി ആദർശമാണ്. മറ്റേ മൂപ്പര് പൂർത്തിയാക്കി മൂപ്പരഭിപ്രായത്തിലേ. മൂപ്പര അതിന്റെയൊക്കെ മേലെയായി. ഇനി ബാക്കിയുള്ള കാലയളവാണ്. ബാക്കിയുള്ള കാലയളവ് ഇനി സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുമായി മുന്നേറാനാ തീരുമാനം അല്ലേ? മറ്റൊന്നും പറയണ്ട, അതൊക്കെ ബോറാണ്. സുന്നത്ത് ജമാഅത്ത് ഒക്കെ പറഞ്ഞ ക്ലിപ്പ് തന്നെ ഉണ്ട്. റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്തൊക്കെ നമ്മൾ പൊതുജന സമൂഹത്തിന് മുമ്പിൽ സംസാരിക്കുന്നത് തനി ബോറാണ് എന്ന് സംസാരിക്കുന്ന ക്ലിപ്പുകൾ വരെ നമുക്ക് മുമ്പിലുണ്ട്. അറിയങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇപ്പോ പൊതുജനസമൂഹം സംസാരിക്കുന്നത് ബോറാണ് എന്ന് സംസാരിക്കുന്നത് പൊതുജന സമൂഹം മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്ന വിഷയമല്ല, പൊതുജനങ്ങൾ ഉൾക്കൊള്ളാത്ത വിഷയമാണ്. അതുകൊണ്ട് അതൊന്നും സംസാരിക്കരുത് എന്ന് വരെ അവരുടെ പഠന മുറികളിൽ വെച്ചുകൊണ്ട് അവര് ആളുകളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. പഠനമുറികളിൽ. അപ്പൊ നമ്മൾ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ചില കാര്യങ്ങൾ, മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ചില വിഷയങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ തന്നെ മുസ്ലിം പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെയും അതുപോലെ തന്നെ മറ്റു പല കക്ഷികളുടെയും നേതാക്കന്മാരടക്കം ഒരു സംവിധാനവുമായി മുന്നോട്ടു പോകുമ്പോൾ അതുമായി സഹകരിക്കരുത്, സഹകരിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് ഇന്ന് ഇങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിന് രൂപം നൽകാൻ പോകുന്നത്. എപ്പോഴിതൊക്കെ ഹലാലായി? എവിടുന്ന് ഇതൊക്കെ ഇപ്പൊ ഹലാലായത്? എന്താ സുന്നി എന്ന് പറയാൻ എന്താ ഒരു ബേജാറ്? എന്താ സുന്നി എന്ന് പറയാനൊരു ബേജാറ്? വർഷങ്ങളായില്ലേ നിങ്ങൾ ആദർശപരമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ട് ഒരു സമ്മേളനത്തിന്റെ, ഒരു സെക്ഷന്റെ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ സമ്മേളനവുമായി, വാർഷികവുമായി, അല്ലെങ്കിൽ പ്രമേയങ്ങളായി ഒരു ആദർശപരമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ട് കാലത്രയായി? ആദർശ കേരളത്തിൽ ഇന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇന്ന് ആദർശം എന്ന് പറയുന്നൊരു ഏർപ്പാട് നിങ്ങൾക്കുണ്ടോ? ഖണ്ഡന മണ്ഡലങ്ങൾ നിർത്താനുള്ള കാരണം എന്താ? നിങ്ങൾ ഖണ്ഡനം നിർത്തിയല്ലേ എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരു ഭാഗം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് കേട്ടുനോക്കും. മുത്തഅല്ലിമിന് ബോധമുള്ള ഒരു മുത്തഅല്ലിമെങ്കിലും അവിടെ ഉണ്ടല്ലോ, വല്ല കിട്ടല്ലേ? എന്താ മുത്തഅല്ലിമ് ചോദിച്ചത്? ഞങ്ങളെ പ്രസംഗം ചെന്നപ്പോ മുത്തഅല്ലിമികൾക്ക് വരെ ബോധം വരികയാണ്.
ഒരു മുത്താലിം വന്ന് ചോദിച്ചു, അല്ല ഉസ്താദെ കേട്ടു നോക്കൂ, ഏറ്റവും ലേറ്റസ്റ്റ് ഓമാനൂരിലെ പ്രസംഗം തന്നെ ആവട്ടെ ആദ്യം. 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ കുട്ടികൾക്ക് ദർസ് ഒരു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, നാദാവിൽക്കും വാഴക്കാട്ടൊക്കെ ഗണ്ണന പ്രസംഗം നടത്തിയില്ലേ, ചില മുത്താലിമിയൊക്കെ എന്ത് ചോദിക്കാലോ ഉസ്താദ് വേണം, ഇപ്പൊ എന്റെ ഗണ്ണന പ്രസംഗം നടത്താത്തതെന്ന് ചോദിച്ചു ഒരു കുട്ടി. അപ്പൊ ഞാൻ ആ കുട്ടികളെ കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ നിഷാദ് തന്നെ കുട്ടി കൂടുതലും ഞാൻ ചില നിഷാദ് എനിക്ക് നാളെ സുഖമില്ലാണ്ടില്ലേ, എന്ത് കാലിനല്ലേ അസുഖം, അത് മരുന്ന് കുടിച്ചില്ലേ കുടിച്ചത്, ഇപ്പൊ എന്താ കുടിക്കാത്തത്, ഇപ്പം അവിടെ രോഗമൊന്നുമില്ല. ഞാൻ ഒരു മറുപടി ആയില്ലേന്ന്. അതേ സമയത്ത് കുട്ടികളൊക്കെ ജനിച്ച അന്ന് മുതലേ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആദ്യം മുലപ്പാല്, പിന്നെ അതിന്റെ അപ്പുറമുള്ള പാല്, ഇങ്ങനെ ദഹിക്കുന്നതിനനുസരിച്ച് ഇപ്പൊ എത്ര കൊല്ലായി ചോറ് തിന്നാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലായി ചപ്പാത്തി തിന്നാൻ തുടങ്ങിയിട്ട്, അതെല്ലാം കഴിക്കുന്നത് തന്നെ. കാരണം അത് നമ്മൾ ആരോഗ്യത്തിന് ആവശ്യം. മരുന്ന് അങ്ങനല്ല, മരുന്ന് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളപ്പോ കുടിക്കാനുള്ളതാണ്. അപ്പോ ഇപ്പൊ മരുന്നിന്റെ ആവശ്യമില്ല, കാലുവേദന തീർന്നുപോയി, അത് തന്നെയാണ് അതിന്റെ മറുപടി. യഥാർത്ഥത്തിൽ വഹാബിസം തീർന്നുപോയതാണോ? ജമാഅത്തെ ഇസ്ലാമി തീർന്നുപോയതാണോ? അല്ല. ഇവിടെ ഓരോ ഖിയാമത്ത് നാളിനോട് അടുക്കുന്തോറും ഓരോ പാർട്ടികൾ പുതുതായി ഉണ്ടാകുകയാണ്. അതിനൊക്കെ മറുപടി പറയേണ്ട ആളുകൾ എല്ലാ രോഗം തീർന്നുപോയി, ഇനി മരുന്നിന്റെ ആവശ്യമില്ല, ഇനി ചപ്പാത്തിയും കോഴിയും മതിയെന്ന് തീരുമാനിച്ചാൽ അതിലും വലിയ അപകടം ഇവിടെ വേറെയുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒമാനൂരിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ റോങ്ങിൽ തുടങ്ങണമെന്നാ വിചാരിച്ചത്, റോങ് പരിപാടി. അപ്പൊ പക്ഷെ ഓമാനൂർ പരിപാടി അവിടെ വന്നതുകൊണ്ട് മൂപ്പരക്ക് മുൻഗണന നൽകിയതാണ്. ഇതൊക്കെ റോങ്ങാണ്, ഈ പറഞ്ഞൊക്കെ റോങ് പരിപാടിയാണ്. ഏത് ഈ വേദന മാറിയത് അതിനൊക്കെ പ്രശ്നമാണ്. അത് കണ്ടോളൂ. ഇനി മൂപ്പരുടെ ഹദീസ് ഉദ്ധരിക്കണം, ഹദീസിലും ദുർവ്യാഖ്യാനം. എന്നിട്ട് മൂപ്പര് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ തറക്കൽ മിറാ വഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന വമൻ തറക്കൽ മിറാ വഹുവ മുഹിഖുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അഅലൽ ജന്ന. അതായത് തർക്കം ഉപേക്ഷിച്ച ആളുകൾക്ക് അല്ലാഹു സ്വർഗത്തിൽ വീട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തർക്കിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തർക്കം ഉപേക്ഷിക്കണം. ആരായി പറഞ്ഞത്? വാഴക്കാട്ട് 9 കണ്ണണം നടത്തിയ എന്റെ വന്ദ്യരായ പേരോട് ഉസ്താദ്. എന്താ ഉസ്താദേ നിങ്ങൾക്ക് ഈ മുതലാളിമാര് തന്നത് എന്നാ ഞങ്ങൾ ചിന്തിക്കുന്നത്? ഈ ഹദീസ് അന്ന് നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? ഇത് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണല്ലോ. ഒരാൾ തഖാഫിയാകണമെങ്കിൽ, അഹ്സനിയാകണമെങ്കിൽ, ഫൈദിയാകണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ ഓതിയിട്ടല്ലേ ഇതാവുള്ളൂ. അപ്പൊ ഈ ഹദീസ് പുതുതായി വന്നതാ. ഇപ്പൊ മൂപ്പര് പറയുന്നത് തർക്കം പാടില്ല. വഅദ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുക, അതിന്റെ അപ്പുറത്ത് തർക്കിക്കാൻ പാടില്ല എന്നാണ്. ഇതാണ് എഫി ഭാഗം ഈ പാവപ്പെട്ട പ്രവർത്തകരെ ഈ മൈൻഡിലേക്ക് എത്തിക്കാണ്. ഇത് നമ്മൾ പറഞ്ഞാൽ അവസാനം നമ്മളോട് പറയും നിങ്ങൾ അഹ്സനിയല്ല. ഞാൻ പറഞ്ഞു ഞാൻ അഹ്സനിയാണോ തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ ഗ്രൂപ്പ് മാറിയാൽ അല്ലെങ്കിൽ സംഘടന വിട്ടാ പിന്നെ ബിരുദം പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പുറത്തെ നേതാക്കളിൽ ഒരുപാട് ആളുകളെ ബിരുദം ആരും പെട്ടണ്ടേ? കുറെ വ്യക്തിമാരില്ലേ അവിടെ, കുറെ ധാരിണിമാരില്ലേ അവിടെ? അതൊക്കെ വെട്ടി നിങ്ങളൊരു മുൻ മാതൃക കാണിച്ചേരി. ഞാൻ അഹ്സനി എന്നുള്ളത് വെട്ടിത്തരാം. അയ്മനൊന്നുമല്ല കാര്യം. ഹക്കായിട്ട് ഞങ്ങൾ പറയും. അതിന്റെ മുന്നിൽ ഒരു ഉമ്മാറ്റിയും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കേട്ടോളൂ പുതിയ ഹദീസ്. മൂപ്പര് പറയാണ് തർക്കമൊക്കെ ഒന്ന് ഒഴിവാക്കണം. ശരിക്കും മനസ്സിലാക്കണേ, 35 കൊല്ലം കേരളത്തിൽ എല്ലാ തർക്കങ്ങൾക്കും നേതൃത്വം വഹിച്ച പേരോട് ഉസ്താദാണ് പറയുന്നത്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ആരാ തിരികേശ വിവാദം ഉണ്ടാക്കിയത്? തിരികേശ വിവാദം ഉണ്ടാക്കിയതാരാ? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. എന്താണെന്നറിയോ? ഇവിടെ ഹസ്രജി പറഞ്ഞ് ഇത് കൊടുക്കുമ്പോ തന്നെ എന്താ മൂപ്പര് പറഞ്ഞ്, ഇതാ കൊടുക്കുകയാണ്, ഇനി സനത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും നടക്കണ്ട, ഞാനിതാ സനത് വായിക്കുന്നു. അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ മൂപ്പര് വിവാദം തുടങ്ങുകയാണ്. ഈ വായിക്കാൻ പോകേണ്ട സാധനം ഏതാണ്ട് അയാൾക്ക് അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടും മനസ്സിലായിട്ടില്ല. ആ കോലത്തിൽ മൂപ്പരാണ് ഈ മുഴുവൻ ഫിത്നയും തുടങ്ങിയത്. ഞങ്ങൾക്കുള്ള പണി എന്തായിരുന്നു? മൂപ്പര് പറഞ്ഞതിനെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിനാ ഞങ്ങൾ പണിയെടുത്ത്. ഇന്നിപ്പോ നമ്മൾ വിവാദം ഉണ്ടാക്കി മൂപ്പര് രക്ഷപ്പെടുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ
അപ്പൊ ഈ തർക്കം ഒഴിവാക്കുക എന്നയിടത്തേക്ക് നിങ്ങൾ ഈ ഹദീസ് നിങ്ങൾ ഇപ്പൊ നന്നായി കേൾക്കുക. അത് തർക്കം ഏതാണെന്നും ആ ഹദീസിന്റെ ശരിയായ മയന ഏതാണെന്നും ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് പേരോട് ഉസ്താദ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ കേൾപ്പിക്കും. പിന്നെ നിങ്ങൾ ബേജാറാണ്ടെങ്കിൽ തർക്കം ഒഴിവാക്കി ഉസ്താദ് ഇതൊക്കെ നിർത്തേണ്ടി വരുമോ? അത് വേണ്ട. പേരോട് ഉസ്താദിന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂപ്പര് പറയുന്ന പുതിയ വാദങ്ങൾക്കുള്ള മുഴുവൻ മറുപടിയും മൂപ്പര് പണ്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ. അപ്പൊ അതെന്നെ അങ്ങോട്ട് കേൾപ്പിച്ചാൽ വിഷയം തീരും. നിങ്ങൾ ആദ്യം പുതിയ പ്രസംഗം, മിനിയാനത്തെ ഓമാനുള്ള പ്രസംഗം ഒന്നുകൂടി കേൾക്കുക. എന്നിട്ട് ഞാൻ ആ പഴയ പ്രസംഗങ്ങൾ കേൾപ്പിക്കും. ഒന്ന് വെച്ചുകൊടുക്കും. നല്ല തർക്കശീയം. വാഴ് എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല. വാഴ് എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളിക്കലല്ല. വാഴ് എന്ന് പറഞ്ഞാൽ കുറെ തർക്കിക്കലല്ല. വാഴ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞു കൊടുക്കുക. അതാണ് അത്. വിശ്വാസപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, കർമ്മപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, സ്വഭാവത്തിന്റെ രംഗത്തും പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക് ആഹ്റം രക്ഷപ്പെടാറ് സ്വർഗത്ത് കടക്കാൻ ആവശ്യമില്ല പറഞ്ഞു കൊടുക്കണം. അതാണ് വാഴ്. വാഴ് എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളിക്കുക. സുബ്ഹാനല്ലാഹ്. 1 മിനിറ്റിൽ 4 വെല്ലുവിളിക്കുന്നവരൊക്കെ. 1 മിനിറ്റിൽ 4 വെല്ലുവിളി. അതിനൊക്കെ വെല്ലുവിളിക്കുന്നത് അതാണ് വാഴ്. തർക്കം, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ തർക്കം, അതാ വാഴ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക്കൽ മിറാഅ ഫഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റമദിൽ ജന്ന. ഒരു മനുഷ്യന്റെ കൈവശത്തിലുള്ള ആശയം തെറ്റായതോടുകൂടി അവനാ തെറ്റ് സമർത്ഥിക്കാൻ വേണ്ടി നടക്കാതെ അവനതാ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ശരി പറഞ്ഞവരെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ. അപ്പോ ഓലിപ്പോ തർക്കം ഒഴിവാക്കുന്നതിന്റെ കാരണം മനസ്സിലായില്ലേ? നമ്മോട് തർക്കിക്കാനില്ല എന്ന് പറയുന്നേ, നമ്മളോട് തർക്കിക്കാൻ ഇല്ല എന്ന് പറയുന്നതിന്റെ തെറ്റ് സമ്മതിച്ചുകൊണ്ട് അല്ലേ മെല്ലാണ് തർക്കം ഒഴിവാക്കി മെല്ലാണ് മുണ്ടായിരുന്നു പോയാൽ അവന് സ്വർഗത്തിന്റെ നടുത്തളത്തിൽ അല്ലാഹു തആല അവന് വീട് കൊടുക്കും. വമൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖ്ഖുൽ. അതേ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് രംഗത്ത് വരുന്നവർ വെറുതെ വിവാദം വലിച്ചിടുമ്പോൾ കൈവശത്തിലുള്ളത് സത്യമാണെങ്കിലും വിവാദമുണ്ടാക്കണ്ട എന്ന നിലയ്ക്ക് തർക്കത്തിന് പോകാതെ മിണ്ടാതിരുന്നാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്ന. സ്വർഗത്തിന്റെ മേൽഭാഗത്ത് ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കും. അല്ലാഹു തആല വലിയ മാളിക പണിത് കൊടുക്കുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്താ വാത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്താനുള്ള സാധ്യത നിങ്ങൾ കാണാൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സംശയം വന്നു. എന്ത് അല്ല ഉസ്താദ്, അങ്ങനെ ഒരു ഹദീസില്ലേ മൻ തറക്കൽ മിറാഅ, തർക്കം ഒഴിവാക്കണം എന്നല്ലേ പറഞ്ഞത്? പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ശക്തമായി വഹാബിസത്തിനെതിരെ വരുമെന്നാണല്ലോ. അപ്പൊ പിന്നെ ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? അതിന് നിങ്ങളാരും ബേജാറാകണ്ട. പേരോട് ഉസ്താദിനൊരു വലിയ കഴിവുണ്ട്. അത് മൂപ്പര് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി കാരണം അയാൾ ഇങ്ങനെ പറയുന്ന അള്ളാഹ്ക്ക് മുമ്പ് അറിയാലോ. അതുകൊണ്ട് തന്നെ മൂപ്പര് നേരത്തെ പറഞ്ഞു വെച്ചു. അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ ശരിക്കും കേട്ടോ. മൂപ്പര് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദുനിയാവിന്റെ വിഷയത്തിൽ അനാവശ്യമായ തർക്കം പാടില്ല എന്നാണ് പറഞ്ഞത്. ദീനുമായി ബന്ധപ്പെട്ട തർക്കമേ അല്ല, ദീനിന്റെ വിഷയത്തിൽ തർക്കിച്ചേ പറ്റൂ. ഇതിനു മുമ്പ് ഒരു വാക്കുകൂടി പറയുന്നുണ്ട്. ചില കള്ളത്തരീക്കത്തുകാരുണ്ട്, ഞങ്ങൾ വഹാബികളോട് ഖണ്ഡനം നടത്തും, അത് വേണ്ട ഈ ഹദീസ് ഓതി പറയുന്നവർ അതൊക്കെ തട്ടിപ്പാണ്. ഇപ്പൊ നിങ്ങളും കള്ളത്തരീക്കത്താണോ എന്ന് ഞങ്ങൾക്ക് തോന്നി പോവാണ്. അപ്പോ ഈ ആശയത്തിലേക്ക് നിങ്ങൾ വരുമെന്ന് തോന്നിയത് കൊണ്ടാണ് അന്ന് നിങ്ങളെ കൊണ്ടത് നേരത്തെ പറയിപ്പിച്ചത്. മുമ്പേ ഒരു വിഷയത്തിൽ ചോദ്യോത്തരം, അപ്പൊ ഒരു ചോദ്യം കിട്ടി, അത് വായിച്ച ഹദീസാണ് വായിക്കുന്നത്. അത് വായിച്ചതിന്റെ ഉദാഹരണ സഹിതം ഏത് തർക്കമാണ് പാടില്ലാത്തത്, ഏത് തർക്കമാണ് പാടുള്ളത്, ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഇത് റെഡിയാണ്. ഇത് ഈ ഹദീസ് ഇമാമിങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമറാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്നതാണ്. അതൊന്ന് വെച്ചെടുത്ത് قال رسول الله صلى الله عليه وسلم انا زعيم ببيته ربض الجنه لمن ترك المراء وان كان محقا. ഒരാൾ സത്യത്തിലാണെങ്കിൽ തന്നെ തർക്കം ഉപേക്ഷിക്കുന്ന ആൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ വീട് കൊടുക്കുമെന്ന് വെച്ചാൽ തർക്കത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ
ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിഷയത്തിലും ആരും തർക്കിക്കാൻ പാടില്ല എന്നല്ല. ഒരു വിഷയത്തിൽ തർക്കിക്കേണ്ട ഘട്ടം വന്നാൽ തർക്കിക്കണം. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ. നബിയെ വ്യക്തമായ തർക്കമല്ലാതെ തർക്കിക്കരുത്. അപ്പൊ ലാഹിറായ തർക്കം തർക്കിക്കണം എന്നാണല്ലോ. ഒരാൾ തെറ്റ് പറഞ്ഞാൽ ശരി പറഞ്ഞു കൊടുക്കണം എന്നാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ ഹദീസ് ഖുർആനെതിരാണോ? അല്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, ഹദ്ദുൽ മിറാഇ അൽ-ഇഅ്തിറാദു അലാ കലാമിൽ ഗൈരി ബിഇദ്ഹാരി ഖലലിൻ ഫീഹി ഇമ്മാ ലഫ്ളൻ ഔ മഅനൻ. ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ ഇന്ന് തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിന്റെ അർത്ഥത്തിൽ ഇന്ന് തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ അതിന് വേണ്ടി ഇങ്ങനെ തർക്കം കൂടും. ചില ശാസ്ത്രജ്ഞർ മൽപ്പത്തേർ തമ്മിൽ തർക്കോ, എന്താണ് തർക്കോ? ഭാഷാ തർക്കോ. അങ്ങനെയോ വരണ്ട്, ഇങ്ങനെയോ വരണ്ട്. നാദാവച്ചാർ തിരുവനന്തപുരത്താർ തമ്മിൽ തർക്കോ, പുള്ളിക്കാരെന്നോ വരണ്ട്, അല്ലെങ്കിൽ ഓയെന്നോ വരണ്ട് തർക്കോ. ഇങ്ങനെ തർക്കിക്കുന്ന ആളുകൾ. ഇതുപോലെ അർത്ഥത്തിന്റെ കാര്യത്തിലും അനാവശ്യമായ തർക്കങ്ങളുള്ളൂ. അത്തരം തർക്കങ്ങൾ ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ വാസ്തവത്തിൽ ചിലപ്പോൾ തിരുവനന്തപുരത്തുകാരൻ പറഞ്ഞതായിരിക്കാം ശരി, അല്ലെങ്കിൽ നാദാപുരത്തുകാരൻ പറഞ്ഞതായിരിക്കാം ശരി. എന്നാലും അത്തരം കാര്യത്തിലും തർക്കിക്കാൻ പോണ്ട. അങ്ങനെ തർക്കം ഒഴിവാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദത്തം ചെയ്യാൻ ആവശ്യമില്ലാതെ തരികയാണ്. നാം ഗസാലി റഹിമഹുല്ലാഹ് പറയാണ്, ഔഫി അസ്ലി മുതകല്ലിം വതർക്കുൽ മിറാഇ ബിതർക്കിൽ ഇൻകാരി വൽ ഇത്തിറാദ് ഫകുല്ലു കലാമിൻ സമീഅഹു ഫഇൻ കാന ഹസൻ ഫസദ്ദിഖ് ബിഹി. ഒരു സത്യമായ വാക്കാ കേട്ടെങ്കിൽ നീ അങ്ങ് നേരായിക്കണം, ഇതിനെ തർക്കിക്കാന്ന് പോണ്ട. വൈകാന ബാത്തില അങ്ങനെയുണ്ടല്ലോ, ആ ഒപ്പം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അത് സത്യമാണെങ്കിൽ അങ്ങ് നേരായിക്കളെ, ഇതിനെ തർക്കിക്കാൻ പോകണം. മറ്റേ മദ്രസ വിളിച്ചു അഴിയാക്കാന്ന് പറയാൻ പോണ്ട. അതുപോലെ ഒരു ഹക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കാം, അതാണ് വേണ്ടത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ വൈകാന ബാത്തില. ഇനി ഒരു കാര്യം നീ കേട്ടത് ബാത്തിലാണെങ്കിലോ ആ ബാത്തിലായ കാര്യത്തിൽ നീ ഉണ്ടായിരിക്കാൻ പറ്റുമോ? അവിടെ ഇമാം ഗസാലി പറയാണ്, വൈകാന ബാത്തില വലം മുതഅല്ലിഖൻ ബിഉമൂരി ദീൻ. ഒരു ദീനിയായ സംഗതിയൊന്നുമല്ല, ഒരു ദീനിയായ സംഗതി മതപരമായ കാര്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷാ തർക്കം പറ്റിയ സംഗതി ഉണ്ടല്ലോ. ഒരാൾ വടക്കോട്ട് പോയി, മലപ്പുറം ജില്ലയിൽ വലിയ ഉസ്താദാ പോയത്. എന്ന് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ആ മരത്തുമ്പോൾ തൂയിക്കോളൂ, ഞാൻ ഈ മരത്തുമ്പോൾ തൂകാൻ പറഞ്ഞു. ഈ മൊയ്ലിയാർ പേരാണ്. ഞാൻ ആ മരത്തുമ്പോൾ തൂകണം, ഇയാൾ ഈ മരത്തുമ്പോൾ തൂക. എന്താ പ്രശ്നം? അപ്പൊ നോക്കും, മരം എന്ന് പറഞ്ഞാൽ കത്തില്ല, തൂങ്ങാൻ തന്നെ ഉറങ്ങാൻ. ഈ കത്തിയുമ്പോൾ ഞാൻ ഉറങ്ങും, അക്കൊട്ടിൽ നിങ്ങൾ ഉറങ്ങിക്കൊള്ളില്ല പറഞ്ഞിട്ട്. അപ്പൊ അത് ഈ മരത്തുകൾ നിങ്ങൾ ഞാൻ തൂങ്ങാം, ആ മരത്തുകൾ നിങ്ങൾ തൂയിക്കൊള്ളില്ല. അതിനൊന്നും തർക്കിക്കാൻ പോകണ്ട, അങ്ങനെ പറഞ്ഞ തെറ്റൊന്നുമില്ല. കാരണം അത് മറ്റേ തൂങ്ങലല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിൽ തർക്കിക്കാതിരുന്നാൽ സംഗതി വളരെ അങ്ങനെയൊന്നല്ല, അത് വേറെ വിഷയം. എന്നാലും തർക്കിക്കാതിരുന്നാൽ സ്വർഗം കിട്ടും. തർക്കം കുറക്കണമെന്നാണ് പറഞ്ഞതിന് മേലെ ആവശ്യമില്ലാത്തതിന് തർക്കിയത്. ദീൻ കാര്യത്തിലാണെങ്കിൽ ഹക്ക് പറയാൻ വേണ്ടി തർക്കിച്ചേ പറ്റൂ. അതാ പറഞ്ഞതില്ലാത്തമായി ദീനിന്റെ എതിരാളികളോട് വ്യക്തമായ തർക്കമായി കൊണ്ടറിയിക്കുന്നത്. തർക്കം വേണ്ടാനല്ല. ചില കള്ളത്തേക്ക് ചേർത്ത് എണ്ണപ്പത്ത് കിടന്ന ഉയമാരോട് എന്റെ കുറിപ്പായി പലരും തർക്കിക്കാൻ പാടാതെ അടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങൾ. ഇത് ഇയാള് ഇപ്പോ 5 കൊല്ലം മുമ്പ് പറഞ്ഞ ഇതാ. അതിന് മുമ്പ് ആദ്യം പറഞ്ഞത് ഇപ്പൊ പുതിയതായിട്ട് മൂപ്പര് പറഞ്ഞതാ. തർക്കിക്കാതിരുന്നാൽ അവന് സ്വർഗമുണ്ട്, സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ പുതിയതായി മൂപ്പര് പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇവരെ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം തലയിൽ എന്തെങ്കിലും ആൾപ്പാർപ്പില്ലാത്ത ആളുകൾ മാത്രമേ ഇവരെ വെള്ളം കുടിക്കുള്ളൂ അല്ലേ? മറ്റേ വെള്ളം കുടിച്ചാൽ ആളുകളുടെ ബുദ്ധി നഷ്ടപ്പെടുമെങ്കിൽ ഇത് ബുദ്ധി നഷ്ടപ്പെട്ട ആളുകളാണ് ഇവരെ വെള്ളം കുടിക്കുക. ഇത്ര മാത്രം. ഇപ്പൊ മൂപ്പര് പറഞ്ഞ എന്താ? പ്രശ്നമുണ്ടെങ്കിൽ, തെറ്റാണെങ്കിൽ, ബാത്തിലാണെങ്കിൽ അതിനെ എതിർക്കുക തന്നെ വേണം. ഇപ്പൊ നമ്മോട് വലിയ തർക്കിക്കാനില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമുക്കെതിരെ വലിയ ഖണ്ഡനത്തിന് വരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പറഞ്ഞത് പോലെ അംഗീകരിച്ചു എന്നായില്ലേ? എന്നാ പിന്നെ അംഗീകരിച്ചു കൂടിയ തുറന്നു പറയണ്ടേ? പൊതുസമൂഹം അംഗീകരിക്കണ്ടേ? അതൊന്നും കൂടി ഒന്ന് കേട്ടു നോക്കി. ഇയാളെ ഇയാള് തർക്കം എന്തുകൊണ്ട് അവസാനിപ്പിച്ചതില്ല? പേരോട് പറയണേ, അങ്ങനെ ചോദിച്ചോ അല്ലേ അല്ലാഹുവാൻ. ഏതായാലും ആ മുത്തഅല്ലിമിന് ബോധം, ഒരു മുത്തഅല്ലിമെങ്കിലും അവിടെ ഉണ്ടല്ലോ, വലിയ കിട്ടല്ലേ. എന്താ മുത്തഅല്ലിമ് ചോദിച്ചത്? ഞങ്ങളെ പ്രസംഗം ചെന്നപ്പോ മുത്തഅല്ലിമികൾക്ക് വരെ ബോധം വരാൻ ഒരു മുത്തഅല്ലിമ് വന്ന് ചോദിച്ചു, അല്ല ഉസ്താദേ,
നിങ്ങൾ ഈ വാഴക്കാടും നാദാപുരത്തൊക്കെ വലിയ ഖണ്ഡനങ്ങൾ നടത്തിയ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ അതുപോലത്തെ പ്രസംഗങ്ങൾ നടത്താത്തത്? അപ്പൊ മുമ്പേ മറുപടി എന്താണെന്നറിയോ? നിഷാദ് എന്ന് പറഞ്ഞൊരു കുട്ടിയെ വിളിച്ചത്ര ക്ലാസ്സിൽ, മോനെ നിനക്ക് നേരത്തെ കാലുവേദന ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. അന്ന് നീ മരുന്ന് കഴിച്ചിട്ടില്ലായിരുന്നോ? അന്ന് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നീ മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ മൂപ്പര് പറയും അതാണ് ഇതിന്റെ മറുപടി. അതായത് കാലുവേദന തീർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ പ്രസംഗിക്കാത്തത്. സുബ്ഹാന ജല്ല ജലാലുഹു. സഹോദരൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് പറഞ്ഞ് മുജാഹിദും ജമാഅത്തൊക്കെ പോയി, ഇപ്പൊ നമ്മളെന്നെ ഉള്ളൂ. അല്ല ഉസ്താദെ, സംഭവിച്ചത് മുജാഹിദിന്റെ പല ആശയവും നിങ്ങളെ തലയിൽ കയറിപ്പോയി, അതാ സംഭവിച്ചത്. കാലിന് മാത്രമല്ല കരളിന് പോലും ഇപ്പൊ വേദന കുടുങ്ങിപ്പോയി. അപ്പൊ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, ഇതാണ് ഞങ്ങൾ പറഞ്ഞ വ്യത്യാസം. കുറ്റ്യാടിയില്ലെന്ന് ഞാനിത് പറഞ്ഞു, പുത്തലത്താണിയില്ലെന്ന് ഞങ്ങളിത് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ആദർശ മുന്നേറ്റ പരിപാടികളിലൊക്കെ ഞങ്ങൾ പറഞ്ഞു എന്ത്, നിങ്ങൾക്ക് ആദർശപരമായി അപജയമുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വന്ന് സമ്മതിച്ചു തന്നു, ശരിയാണ്, ഇപ്പൊ അസുഖം മാറിയതുകൊണ്ട് ഞങ്ങളത് പറയാനില്ല. ഒന്ന് കേട്ടു നോക്കൂ, ഏറ്റവും ലേറ്റസ്റ്റ് ഓമാനൂരിലെ പ്രസംഗം തന്നെ ആവട്ടെ ആദ്യം. 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ കുട്ടികൾക്ക് ദർശനം ഒരു കൊടുത്തോണ്ടിരിക്കുമ്പോ ഒരു കുട്ടി ചോദിച്ചു, നാദാപുരത്തും വാഴക്കാട്ടൊക്കെ ഖണ്ഡന പ്രസംഗം നടത്തിയേ, ദർശന മുത്താലിനെയൊക്കെ എന്ത് ചോദിക്കാലോ ഉസ്താദ് വേണം, ഇപ്പെന്റെ ഖണ്ഡന പ്രസംഗം നടത്താത്തെന്ന് ചോദിച്ചു ഒരു കുട്ടി. അപ്പൊ ഞാൻ ആ കുട്ടികളുടെ കൂട്ടത്തിൽ കുട്ടിയുടെ നിഷാദ് തന്നെ കുട്ടി കൂടല്ലൂർ. ഞാൻ ചില നിഷാദ് എനിക്ക് നാളെ സുഖമില്ലാതല്ലേ, എന്ത് കാലിനല്ലേ അസുഖം, അത് മരുന്ന് കുടിച്ചില്ലേ, കുടിച്ചത് ഇപ്പെന്താ കുടിക്കാത്തത്, ഇപ്പെന്താ കുടിക്കാത്തത്, ഇപ്പം അവിടെ രോഗമൊന്നുമില്ല. ഞാൻ മതി മറുപടി അയ്യേത്. അതേ സമയത്ത് കുട്ടികളൊക്കെ ജനിച്ച അന്ന് മുതലേ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആദ്യം മുലപ്പാല്, പിന്നെ അതിന്റെ അപ്പുറമുള്ള പാല്, ഇങ്ങനെ ദഹിക്കുന്നതിനനുസരിച്ച് ഇപ്പൊ എത്ര കൊല്ലായി ചോറ് തിന്നാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലായി ചപ്പാത്തി തിന്നാൻ തുടങ്ങിയിട്ട്, അതെല്ലാം കഴിക്കുന്നത് തന്നെ. കാരണം അത് നമ്മൾ ആരോഗ്യത്തിന് ആവശ്യമാണ്. മരുന്ന് അങ്ങനല്ല, മരുന്ന് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളപ്പോ കുടിക്കാനുള്ളതാണ്. അപ്പോ ഇപ്പൊ മരുന്നിന്റെ ആവശ്യമില്ല, കാലുവേദന തീർന്നുപോയി, അത് തന്നെയാണ് അതിന്റെ മറുപടി. യഥാർത്ഥത്തിൽ വഹാബിസം തീർന്നുപോയതാണോ? ജമാഅത്തെ ഇസ്ലാമി തീർന്നുപോയതാണോ? അല്ല. ഇവിടെ ഓരോ ഖിയാമത്ത് നാളിനോട് അടുക്കുന്തോറും ഓരോ പാർട്ടികൾ പുതുതായി ഉണ്ടാകാണ്. അതിനൊക്കെ മറുപടി പറയേണ്ട ആളുകൾ എല്ലാ രോഗം തീർന്നുപോയി, ഇനി മരുന്നിന്റെ ആവശ്യമില്ല, ഇനി ചപ്പാത്തിയും കോഴിയും മതി എന്ന് തീരുമാനിച്ചാൽ അതിലും വലിയ അപകടം ഇവിടെ വേറെയുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒമാനൂരിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഞാൻ തന്നെ റോങ്ങിൽ തുടങ്ങണമെന്നാ വിചാരിച്ചത്, റോങ് പരിപാടി. അപ്പൊ പക്ഷെ ഓമാനൂർ പരിപാടി അവിടെ വന്നതുകൊണ്ട് മൂപ്പരക്ക് മുൻഗണന നൽകിയതാണ്. ഇതൊക്കെ റോങ്ങാണ്, ഈ പറഞ്ഞൊക്കെ റോങ് പരിപാടിയാണ്. ഏത് ഈ വേദന മാറിയ വഴിയൊക്കെ പ്രശ്നമാണ്. നിങ്ങൾ കണ്ടോളൂ. ഇനി മൂപ്പരൊരു ഹദീസ് ഉദ്ധരിക്കണം, ഹദീസിലും ദുർവ്യാഖ്യാനം. എന്നിട്ട് മൂപ്പര് പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ തറക്കൽ മിറാ വഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന വമൻ തറക്കൽ മിറാ വഹുവ മുഹിബ്ബുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അഅലൽ ജന്ന. അതായത് തർക്കം ഉപേക്ഷിച്ച ആളുകൾക്ക് അല്ലാഹു സ്വർഗത്തിൽ വീട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തർക്കിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തർക്കം ഉപേക്ഷിക്കണം. ആരായി പറഞ്ഞത്? വാഴക്കാട്ട് 9 ഖണ്ഡനം നടത്തിയ എന്റെ വന്ദ്യരായ പേരോട് ഉസ്താദ്. എന്താ ഉസ്താദെ നിങ്ങൾക്ക് ഈ മുതലാളിമാര് തന്നത് എന്നാ ഞങ്ങൾ ചിന്തിക്കുന്നത്? ഈ ഹദീസ് അന്ന് നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? ഇത് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണല്ലോ. ഒരാൾ തഖാഫിയാകണമെങ്കിൽ, അസ്തനിയാകണമെങ്കിൽ, ഫൈദിയാകണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ ഒന്ന് ഓതിയിട്ടല്ലേ ഇതാവുള്ളൂ. അപ്പൊ ഈ ഹദീസ് പുതുതായി വന്നതാ. ഇപ്പൊ മൂപ്പര് പറയുന്നത് തർക്കം പാടില്ല. വഅദ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുക, അതിന്റെ അപ്പുറത്ത് തർക്കിക്കാൻ പാടില്ല എന്നാണ്. ഇതാണ് എഫി ഭാഗം ഈ പാവപ്പെട്ട പ്രവർത്തകരെ ഈ മൈൻഡിലേക്ക് എത്തിക്കുകയാണ്. ഇത് നമ്മൾ പറഞ്ഞാൽ അവസാനം നമ്മളോട് പറയും നിങ്ങൾ അഹ്സനിയല്ല. ഞാൻ പറഞ്ഞു ഞാൻ അഹ്സനിയാണോ തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ ഗ്രൂപ്പ് മാറിയാൽ അല്ലെങ്കിൽ സംഘടന വിട്ടാ പിന്നെ ബിരുദം പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പുറത്തെ നേതാക്കളിൽ ഒരുപാട് ആളുകളെ ബിരുദം ആദ്യം പറ്റണ്ടേ? കുറെ ഫൈസിമാരില്ലേ എവിടെ? കുറെ ദാരിമിമാരില്ലേ എവിടെ? അതൊക്കെ വെട്ടി നിങ്ങളൊരു മുൻ മാതൃക കാണിച്ചേരി. ഞാൻ അഹ്സനി എന്നുള്ളത് വെട്ടിത്തരാം.
അയിമലൊന്നുമല്ല കാര്യം. ഹക്ക് ഹക്കായിട്ട് ഞങ്ങൾ പറയും. അതിന്റെ മുന്നിൽ ഒരു ഉമ്മാക്കിയും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കേട്ടോളൂ, പുതിയ ഹദീസ് മൂപ്പര് പറയാണ് തർക്കമൊക്കെ ഒന്ന് ഒഴിവാക്കണം. ശരിക്കും മനസ്സിലാക്കണേ, 35 കൊല്ലം കേരളത്തിൽ എല്ലാ തർക്കങ്ങൾക്കും നേതൃത്വം വഹിച്ച പേരോട് ഉസ്താദാണ് പറയുന്നത്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ആരാ തിരികേശ വിവാദം ഉണ്ടാക്കിയത്? തിരികേശ വിവാദമുണ്ടാക്കിയത് ആരാ? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. എന്താണെന്നറിയോ? ഇവിടെ ഹസ്രത്തി വന്ന് ഇത് കൊടുക്കുമ്പോ തന്നെ എന്താ മൂപ്പര് പറഞ്ഞ്, ദാ കൊടുക്കുകയാണ്, ഇനി സനത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും നടക്കണ്ട, ഞാനിതാ സനത് വായിക്കുന്നു. അവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ മൂപ്പര് വിവാദം തുടങ്ങാണ്. ഈ വായിക്കാൻ പോകേണ്ട സാധനം ഏതാണ്ട് അയാൾക്ക് അറിഞ്ഞിട്ടില്ല. കേട്ടിട്ട് മനസ്സിലായിരുന്നു. മൂപ്പര് പറഞ്ഞതിനെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിനാ ഞങ്ങൾ പണിയെടുത്ത്. ഇന്നിപ്പോ നമ്മളെ വിവാദം ഉണ്ടാക്കി മൂപ്പര് രക്ഷപ്പെടുകയും ചെയ്തു. ഇൻഷാല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ഈ തർക്കം ഒഴിവാക്കുക എന്നയിടത്തേക്ക് നിങ്ങൾ ഈ ഹദീസ് നിങ്ങളിപ്പോ നന്നായി കേൾക്കുക. അത് തർക്കം ഏതാണെന്നും ആ ഹദീസിന്റെ ശരിയായ മയന ഏതാണെന്നും ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് പേരോട് ഉസ്താദ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കേൾപ്പിക്കും. പിന്നെ നിങ്ങൾ ബേജാറാണ്ടെങ്കിൽ തർക്കം ഒഴിവാക്കി ഉസ്താദ് ഇതൊക്കെ നിർത്തേണ്ടി വരും. അത് വേണ്ട. പേരോട് ഉസ്താദിന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂപ്പര് പറയുന്ന പുതിയ വാദങ്ങൾക്കുള്ള മുഴുവൻ മറുപടിയും മൂപ്പര് പണ്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ. അപ്പൊ അതെന്നെ അങ്ങോട്ട് കേൾപ്പിച്ചാൽ വിഷയം തീരും. നിങ്ങൾ ആദ്യം പുതിയ പ്രസംഗം, മിനിയാനത്തെ ഓമാനുള്ള പ്രസംഗം ഒന്നുകൂടി കേൾക്കുക. എന്നിട്ട് ഞാൻ ആ പഴയ പ്രസംഗങ്ങൾ കേൾപ്പിക്കും. ഒന്ന് വെച്ചോടുക്കും. നല്ല ബർക്കത്തിയ വാഴ എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല. വാഴ എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളിക്കലല്ല. വാഴ എന്ന് പറഞ്ഞാൽ കുറെ തർക്കിക്കലല്ല. വാഴ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞു കൊടുക്കുക. അതാ വേണം. അത് വിശ്വാസപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, കർമ്മപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, സ്വഭാവത്തിന്റെ രംഗത്തും പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക് ആദരം രക്ഷപ്പെടാൻ, സ്വർഗത്ത് കടക്കാൻ ആവശ്യമില്ല പറഞ്ഞു കൊടുക്കണം. അതാണ് വാഴ. വാഴ എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളിക്കുക. സുബ്ഹാനല്ലാഹ്. ഒരു മിനിറ്റിൽ 4 വെല്ലുവിളിക്കുന്നവരുണ്ട്. ഒരു മിനിറ്റിൽ 4 വെല്ലുവിളിക്കും. അങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്നത് അതാണ് വയത്. തർക്കം, വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ തർക്കം, അതാ വയത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറകൽ മിറാഅ ഫഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബദിൽ ജന്നah. ഒരു മനുഷ്യന്റെ കൈവശത്തിലുള്ള ആശയം തെറ്റായതോടുകൂടി അവനാ തെറ്റ് സമർത്ഥിക്കാൻ വേണ്ടി നടക്കാതെ അവനതാ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ശരി പറഞ്ഞവരെ അംഗീകരിച്ചു മുന്നോട്ട് പോയാൽ അവന് സ്വർഗത്തിന്റെ നടുത്തളത്തിൽ അല്ലാഹു തആല അവന് വീട് കൊടുക്കും. അപ്പൊ അതിന്റെ പേരിലാണെങ്കിൽ ഇപ്പൊ ഒരു നമ്മോട് പറയുന്ന മുടി വിഷയത്തിൽ ഞങ്ങൾ തർക്കിക്കാനില്ല. മുടി വിഷയത്തിൽ ഞങ്ങൾ തർക്കിക്കാനില്ല. SKSSFകാരോട് സമസ്തക്കാരോട് ഞങ്ങൾ തർക്കിക്കാനില്ല. മുടി വിഷയത്തിൽ ഞങ്ങൾ ഇനി ഒരു ചർച്ചക്കൂല്ല, തർക്കിക്കാനില്ല. അത് കഴിഞ്ഞു. അപ്പൊ എന്താ അവരുടെ കയ്യിലുള്ളത് അല്ലേ? വിശ്വാസം തെറ്റാണെങ്കിൽ ആരുടെ കയ്യില്? തർക്കിക്കുന്ന ആൾക്കാരുടെ കയ്യിലേ. അത് ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? മറ്റവർ പറഞ്ഞ ശരി അംഗീകരിച്ചുകൊണ്ട് പിന്നെ മുണ്ടാതിരിക്കണം, തർക്കം ഒഴിവാക്കണം. എന്നാ സ്വർഗം കിട്ടും. ഇപ്പൊ സ്വർഗം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഈ കേട്ടോളി ബാക്കി. അതേ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് രംഗത്ത് വരുന്നവർ വെറുതെ വിവാദം വലിച്ചിടുമ്പോൾ കൈവശത്തിലുള്ളത് സത്യമാണെങ്കിലും വിവാദമുണ്ടാക്കണ്ട എന്ന നിലയ്ക്ക് തർക്കത്തിന് പോകാതെ മിണ്ടാതിരുന്നാൽ ഫനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്നah. സ്വർഗത്തിന്റെ മേൽഭാഗത്ത് ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു അവന് സ്വർഗത്തിലൊരു വീട് കൊടുക്കും. അല്ലാഹു തആല വലിയ മാളിക പണിത് കൊടുക്കുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ല നിൽക്കിയാ ശരി. അല്ല നിങ്ങളും മനസ്സിലാക്കണം. അത് കേൾക്കി അങ്ങനെ ഒരു ഹദീസില്ലേ, മൻ തറക്കൽ മിറാഅ. നിങ്ങളല്ല മൂപ്പര് പറയട്ടെ. മൂപ്പര് നേരത്തെ പറഞ്ഞു വെച്ചു. ഹദീസാണ് വായിക്കുന്നത്. അത് വായിച്ചതിന്റെ ഉദാഹരണ സഹിതം ഏത് തർക്കമാണ് പാടില്ലാത്തത്, ഏത് തർക്കമാണ് പാടുള്ളത്, ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഇത് റെഡിയാണ്. ഇത് ഈ ഹദീസ് ഇമാമിങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്.
ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്നതാണ്. അതൊന്ന് വെച്ചെടുത്ത് ഒരാൾ സത്യത്തിലാണെങ്കിൽ തന്നെ തർക്കം ഉപേക്ഷിക്കുന്ന ആൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞത്. തർക്കത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിഷയത്തിലും ആരും തർക്കിക്കാൻ പാടില്ല എന്നല്ല. ഒരു വിഷയത്തിൽ തർക്കിക്കേണ്ട ഘട്ടം വന്നാൽ തർക്കിക്കണം. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ. നബിയെ വ്യക്തമായ തർക്കമല്ലാതെ തർക്കിക്കരുത്. അപ്പൊ ലാഹിറായ തർക്കം തർക്കിക്കണം എന്നാണല്ലോ. ഒരാൾ തെറ്റ് പറഞ്ഞാൽ ശരി പറഞ്ഞു കൊടുക്കണം എന്നാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ ഹദീസ് ഖുർആനെതിരാണോ? അല്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറയുന്നു, ഹദ്ദുൽ മിറാഇ അൽ-ഇഅ്തിറാദു അലാ കലാമിൽ ഗൈരി ബിഇദ്ഹാരി ഖലലിൽ ഫീഹി ഇമ്മാ ലഫ്ളൻ ഔ മാന. ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ ഇന്ന് തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിന്റെ അർത്ഥത്തിൽ ഇന്ന് തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ അതിന് വേണ്ടി ഇങ്ങനെ തർക്കം കൂടും. ആണ് ചില ശാസ്ത്രക്കാർ മത്സരക്കാർ തമ്മിൽ തർക്കം. എന്താണ് തർക്കോ? ഭാഷാ തർക്കം. അങ്ങനെയോ വരണ്ടേ ഇങ്ങനെയോ വരണ്ട്. നാദാവച്ചാർ തിരുവനന്തപുരത്താർ തമ്മിൽ തർക്കം. പുള്ളിക്കാരെന്നോ വരണ്ട, അല്ലെങ്കിൽ ഓയെന്നോ വരണ്ട് തർക്കം. ഇങ്ങനെ തർക്കിക്കുന്ന ചില ആളുകൾ. ഇത് ഒരു ഉദാഹരണത്തിനേ നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് മറ്റേ തുർക്കിയിൽ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ മൂപ്പര് തുർക്കിയിലാത്ര ഇസ്തംബൂളിലാണത് എന്ന് പറഞ്ഞല്ലോ. മൂപ്പർക്ക് തുർക്കി ഏതാണ് ഇസ്തംബൂൾ എന്താണെന്ന് തിരിച്ചറിയാത്തോട് സംഭവിച്ചതാണ്. അങ്ങനെ അനാവശ്യമായ തർക്കം അഹിമക്ക് ഇങ്ങനെ ഓരോരോ അങ്ങനത്തെ പോയിന്റുകളൊക്കെ എടുത്തുകാണ്ട് തർക്കിച്ചുകാണ്ട് വെറുതെ അങ്ങനെ ചില ഭാഷാപരമായ വാക്കുകളൊക്കെ എടുത്തുകാണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ വേണ്ട. പറയും അർത്ഥത്തിന്റെ കാര്യത്തിലും അനാവശ്യമായ തർക്കങ്ങളും. അത്തരം തർക്കങ്ങൾ ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ വാസ്തവത്തിൽ ചിലപ്പോൾ തിരുവനന്തപുരത്തുകാരൻ പറഞ്ഞതായിരിക്കാം ശരി, അല്ലെങ്കിൽ നാദാപുരത്തുകാരൻ പറഞ്ഞതായിരിക്കാം ശരി. എന്നാലും അത്തരം കാര്യത്തിലും തർക്കിക്കാൻ പോകണ്ട. അങ്ങനെ തർക്കം ഒഴിവാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദത്തം ചെയ്യണം. ആവശ്യമില്ലാതെ തരികയാണ്. നാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറയാണ്, ഔഫി അസ്ൽ മുതകല്ലി വതർക്കുൽ മിറാഇ ബിതർക്കിൽ ഇൻകാരി വൽ ഇത്തിറാ ഫകുല്ലു കലാമിൻ സമീതഹു ഫൈകാന ഹസൻ ഫസദ്ദിഖ് ബിഹി. ഒരു സത്യമായ വാക്കാ കേട്ടെങ്കിൽ നീ അങ്ങ് നേരായിക്കണം. ഇതിനെ അറിയിക്കാന്ന് പോണ്ട. വൈകാന ബാഫില് അങ്ങനെയുണ്ടല്ലോ, ആ വക്ക് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾ അതിന് പറയും സഖാഫി, സത്യമായ വാക്ക് പിന്നെ നേരായിക്കളാന്നല്ലേ. അപ്പൊ നിങ്ങളിപ്പോ നേരായതിപ്പോ ഉണ്ടായിരിക്കണേ, ഞങ്ങളേക്കൊന്ന് കേട്ടത് സത്യമാണ് നിങ്ങൾ സമ്മതിച്ചതുകൊണ്ടല്ലേ. അതും തുറന്നു പറഞ്ഞേ, അത് പഴയ പ്രശ്നമാണല്ലേ. അത് സത്യമാണെങ്കിൽ അങ്ങനെ നേരായിക്കളെ ഇതിനെ തർക്കിക്കാൻ പോകണം. മറ്റേ മദ്രസ വിളിച്ച് വള്ളിയാക്കാതെ പറയാൻ പോകണ്ട. അതുപോലെ ഒരു ഹക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കുക. അതാണ് വേണ്ടത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ വൈകാന ബാത്തില. ഇനി ഒരു കാര്യം നീ കേട്ടത് ബാത്തിലാണെങ്കിലോ ആ ബാത്തിലായ കാര്യത്തിന് നീ ഉണ്ടായിരിക്കാൻ പറ്റുമോ? അവിടെ ഇമാം ഗസ്സാലി പറയാണ്, വൈകാന ബാത്തില വലമിപ്പം മുതലിപ്പി ഒരു ദീനിയായ സംഗതിയൊന്നുമല്ല. ഒരു ദീനിയായ സംഗതി മതപരമായ കാര്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷാ തർക്കം പോലത്തെ ഒരു സംഗതി ഉണ്ടല്ലോ. ഒരാൾ വടക്കോട്ട് പോയി മലപ്പുറം ജില്ലയിൽ വലിയ ഉസ്താദാ പോയത്. എന്ന് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ആ മരത്തുമ്പോൾ തൂയിക്കോളൂ, ഞാൻ ഈ മരത്തുമ്പോൾ തൂങ്ങാൻ പറ്റും. മരത്തുമ്പോൾ നിങ്ങളും ഞാൻ തൂങ്ങാം, ആ മരത്തുമ്പോൾ നിങ്ങൾ തൂയിക്കും. എന്നാലും തർക്കിക്കാതിരുന്ന സ്വർഗം കിട്ടും. തർക്കം കുറക്കണമെന്നാ പറഞ്ഞതിന് മേൻ ആവശ്യമില്ലാത്തതിന് തർക്കിയത്. ദീൻ കാര്യത്തിലാണെങ്കിൽ ഹക്ക് പറയാൻ വേണ്ടി തർക്കിക്കേ പറ്റൂ. പറഞ്ഞതില്ലാത്തമായി ദീനിന്റെ എതിരാളികളോട് വ്യക്തമായ തർക്കമായിരിക്കും തർക്കിക്കുന്നത്. തർക്കം വേണ്ട, തർക്കം വേണമെന്നാണ്. എണ്ണപ്പത്ത് കിടന്ന വയ്യാമാരോട് ഭയങ്കര പുസ്തകം പലരും തർക്കിക്കാൻ പാടാതെ എണീറ്റിട്ടുണ്ട്. അതാ ഇപ്പൊ ഇയാളിപ്പോ പുതിയത് പറഞ്ഞത് ഒന്നുകൂടി കേൾക്കും. അതായത് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് പിന്നെ കാലെടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവര് നടക്കുന്ന ചർച്ച ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് കേൾക്കും. ഇപ്പൊ ഇതുവരെ തർക്കം വേണം, അത് തർക്കിക്കണ്ട എന്നല്ല ഹദീസിന്റെ അർത്ഥം. ദീനിന്റെ കാര്യത്തിൽ തർക്കിച്ചേ മതിയാകൂ എന്നാണ് പേരോട് ബ്രഹ്മ സഖാഫി പറയുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പൊ പുതിയതായിട്ട് ഓമാനൂർ വെച്ചുകൊണ്ട് ഈ 2015 ലേറ്റസ്റ്റ് പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒന്നുകൂടി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കേൾക്കും. ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടിക്കേട്ടാലുള്ള അവസ്ഥ എന്തേ കാര്യം മനുഷ്യൻ
ഇത് ഇയാളൊന്ന് കൂട്ടി കേൾക്കാൻ തയ്യാറാണ്ട്. ഇനി ഇപ്പൊ തർക്കിച്ച് ദീനിയായ കാര്യത്തിൽ ഒരാൾ പറയുന്നത് ഹക്കാണെങ്കിൽ അയാളോട് തർക്കിക്കാൻ പോണ്ട, അതേസമയം അവർ പറയുന്നത് ബാത്തിലാണെങ്കിൽ അവരോട് തർക്കിച്ചേ മതിയാവൂ. ഇപ്പൊ മുജാഹിദ് പറയുന്നത് ബാത്തിലല്ലേ? മുജാഹിദ് പറയുന്നത് ഇപ്പൊ ഹക്കാണേ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് ബാത്തിലല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് ഇപ്പൊ ഹക്കായി അല്ലേ? തബ്ലീഗുകാർ പറയുന്നത് ഇപ്പൊ ബാത്തിലല്ലേ? അവരൊക്കെ പറയുന്നത് ഇപ്പൊ ഹക്കായി. അവരെന്ത് പറഞ്ഞാലും ഇപ്പൊ ഹക്കാ പറയണത് അല്ലേ? അതുകൊണ്ട് അവരോട് തർക്കിക്കാൻ പോണ്ട. അതിന് ഇയാൾ പുതിയ ഹദീസിന് ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി അടക്കം മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. വർഷങ്ങൾക്ക് മുമ്പ് 5-6 വർഷങ്ങൾക്ക് മുമ്പ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട്. ഇനി ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞോട്ടോളും. ഹദീസിന് നേരിട്ട് അർത്ഥം വെക്കുക, നേരെ കണ്ടുപിടിച്ചതേ. ബഹുമാനപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു തആലയുമായി ബന്ധപ്പെട്ട ഹദീസിൽ നിന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസിന് നേരെ കണ്ടുപിടിച്ചല്ലോ. അതേപോലെ തന്നെ സ്വന്തം ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ന്യൂനതകൾ കണ്ടെത്തുന്നത് പോലെ തന്നെ സ്വന്തം ഹദീസുകൾ സ്വന്തം ഹദീസിന് സ്വന്തം ദുർവ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്കെതിരെ ഇദ്ദേഹം സ്വയം സംസാരിക്കുന്നത് കേട്ടൊളിഞ്ഞി. ഇയാൾ തന്നെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതിന് മറുപടിയാണ് പറയുന്നത്. നല്ല ബർക്കത്തിയ വാഴമെന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല, വാഴമെന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളിക്കലല്ല, വാഴമെന്ന് പറഞ്ഞാൽ കുറെ തർക്കിക്കലല്ല, വാഴമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞു കൊടുക്കുക. അതാണ് അത് വിശ്വാസപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, കർമ്മപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, സ്വഭാവത്തിന്റെ രംഗത്തും പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക് ആദരം രക്ഷപ്പെടാൻ സ്വർഗത്ത് കടക്കാൻ ആവശ്യമില്ല പറഞ്ഞു കൊടുക്കണം. അതാണ് വാഴ്. വാഴ് എന്ന് പറഞ്ഞാൽ കുറേ വെല്ലുവിളിക്കുക. സുബ്ഹാനല്ലാഹ്, 1 മിനിറ്റിൽ 4 വെല്ലുവിളിക്കുന്നവരുണ്ട്, 1 മിനിറ്റിൽ 4 വെല്ലുവിളിക്കും. അതിനൊക്കെ വെല്ലുവിളിക്കുന്നത് അതാണ് വാഴ്. തർക്കം, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ തർക്കം, അതാ വാഴ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക്കൽ മിറാഅ ഫഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബദിൽ ജന്ന. ഒരു മനുഷ്യന്റെ കൈവശത്തിലുള്ള ആശയം തെറ്റായതോടുകൂടി അവനാ തെറ്റ് സമർത്ഥിക്കാൻ വേണ്ടി നടക്കാതെ അവനതാ തെറ്റ് അംഗീകരിച്ചുവിട്ട് ശരി പറഞ്ഞവരെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ അവന് സ്വർഗത്തിന്റെ നടുത്തളത്തിൽ അല്ലാഹു തആല അവന് വീട് കൊടുക്കും. അതേ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് രംഗത്ത് വരുന്നവർ വെറുതെ വിവാദം വലിച്ചിടുമ്പോൾ കൈവശത്തിലുള്ളത് സത്യമാണെങ്കിലും വിവാദമുണ്ടാക്കണ്ട എന്ന നിലയ്ക്ക് തർക്കത്തിന് പോകാതെ മണ്ടാതിരുന്നാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്ന. സ്വർഗത്തിന്റെ മേൽഭാഗത്ത് ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു അവന് സ്വർഗത്തിലൊരു വീട് കൊടുക്കും. അല്ലാഹു തആല വലിയ മാളിക പണിത് കൊടുക്കുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്തൊരു കഷ്ടം അല്ലേ? ഈ ഹദീസിനിപ്പോ ഈ പറഞ്ഞ അർത്ഥമുണ്ടോ? 5 കൊല്ലം മുമ്പ് ഹദീസിന് അർത്ഥം എന്തായിരുന്നു? ബാത്തിൽ പറഞ്ഞവരോട് തർക്കിക്കണം എന്നായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞപ്പോ ഹദീസിന് അർത്ഥം എന്തായി? നമ്മളെ കയ്യിലുള്ളത് സത്യമാണെങ്കിലും അല്ലേ, അവരതിനെ എതിർക്കാൻ വരുമ്പോൾ അവരോട് തർക്കിക്കണ്ട, എന്നാൽ അവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ട്. അതല്ല ഇവിടത്തെ തർക്കിച്ചാൽ ഉള്ള വീടില്ലാതെയാവും ദുനിയാവില്. കാരണം എന്താണോ, ഇനി ഇവിടെ പൈസ ഉണ്ടാക്കൽ നടക്കൂല, അപ്പൊ ഉള്ള വീടും വരെയും മുക്കേണ്ടി വരും. ഇവിടെ ഇനി ഈ ദീന് പറഞ്ഞ തട്ടിപ്പ് നടക്കൂല. അപ്പൊ ദുനിയാവിലുള്ള വീട് നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ പരിപാടി. ഞങ്ങൾക്കറിയും മൂല്യരെ സ്വർഗത്തിന് വീട് കിട്ടുമോ കിട്ടൂലോ എന്ന് കരുതിയിട്ട് നിങ്ങളൊരു കാര്യവും ചെയ്യൂല, കിട്ടാനും ചെയ്യൂല, കിട്ടാതിരിക്കാനും ചെയ്യൂല. നിങ്ങൾ ദുനിയാവിന് വീട് കിട്ടാതിരിക്കുവോ? ഈ കാര്യത്തിനാണ് നിങ്ങൾ ഇവിടെ ചെയ്യുക. ഇത്ര കാലം തർക്കിച്ചെന്ന് എന്തിനു ഏപ്പിക്ക് വേണ്ടിയിട്ട്? ഏപ്പിടെ മുടിക്ക് വേണ്ടി നിങ്ങൾ തർക്കിക്കാൻ നന്ദിയുണ്ടായിരുന്നു. ദുനിയാവിലെ വീടിന് വേണ്ടിയിട്ട്, ദുനിയാവിലെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ ആ മുടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തർക്കത്തിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാ? തർക്കിച്ചാൽ പരാജയപ്പെട്ടാലോ ആളുകൾ നിങ്ങളെ തിരിച്ചറിയുമ്പോഴോ ആളുകൾ നിങ്ങളെ അവഗണിച്ചാലോ പിന്നെ നിങ്ങൾക്ക് പൈസ കിട്ടൂല. പൈസ കിട്ടിയില്ലെങ്കിലോ ദുനിയാവിലുള്ള വീട് തന്നെ ഫസാദാവും.
ഈ വേജാറ് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? തർക്കത്തിലില്ലാത്തത്. അപ്പൊ 5 കൊല്ലം മുമ്പ് ഹദീസിന് അർത്ഥം വെച്ചതാരാ? ബഹുമാനപ്പെട്ട ഇമാമിങ്ങള്. അവർ വെച്ച അർത്ഥം എന്താ? ബാത്തിലിനെതിരെ തർക്കിക്കണം. ഇപ്പൊ ഈ ഹദീസിന് ആരർത്ഥം വെച്ചത്? പേരോട്. അപ്പൊ ഇമാമിങ്ങൾ പറഞ്ഞ അർത്ഥത്തിന് വിശദീകരണത്തിന് വിരുദ്ധമായി ഇപ്പൊ എന്താ അഭിപ്രായം പറയാൻ കാരണം? ജീവിക്കാന് അല്ലേ? ഇത് ജീവിച്ചു പോകാനേ. മറ്റേത് സ്വർഗത്തിനാണ്, ഇത് ദുനിയാവിനാണ്. ഇപ്പൊ പണിയെടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? മറ്റേ സ്വർഗത്തിന് വേണ്ടിയിട്ട്. സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ബാത്തിലിനെതിരെ തർക്കിക്കണം. ഇപ്പോഴോ ദുനിയാവിലെ സ്വർഗം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ബാത്തിൽ പറയുമ്പോൾ മുണ്ടാതിരിക്കണം അല്ലേ? മുണ്ടാതിരുന്നാ മതി. ഇതാണ് നിങ്ങളെ പുതിയ രാഷ്ട്രീയം. ഇതാണ് മുസ്ലിം ജമാഅത്ത്. ഇതാണ് കേരള മുസ്ലിം ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മുസ്ലിം ജമാഅത്തിലേക്ക് നിങ്ങൾ പോകുന്ന സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മുസ്ലിം ജമാഅത്ത്. ഇവരെ സംഘടനയുടെ പേര് നോക്കുകയാണെങ്കിൽ നമ്മൾ സുന്നത്ത് ജമാഅത്ത്. ഇവരോ നമ്മളാരാണ്? സുന്നത്ത് ജമാഅത്തുകാര്. ഇവരാരാ? മുസ്ലിം ജമാഅത്തുകാര്. കാരണം സുന്നത്ത് ജമാഅത്തൊന്നും ഇവർ പറയില്ലല്ലോ. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മുസ്ലിം ജമാഅത്തിലേക്കുള്ള ദൂരം എന്താ? തമ്മിൽ തർക്കിക്കാൻ പറ്റൂല. മുജാഹിദ് പറഞ്ഞാലോ തർക്കിക്കാൻ അത് തർക്കിക്കാൻ വരുമ്പോൾ മുണ്ടാതിരിക്കണം. അപ്പൊ 20 റക്അത്ത് തറാവീഹല്ല 8 പറയുമ്പോഴോ മുണ്ടാതിരിക്കണം. അത് കേട്ടിട്ട് ആളുകൾ അതിന് ഹദീസ് ഓതുമ്പോ അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആളുകൾ അതിൽ കുടുങ്ങിയാലോ മുണ്ടാതിരിക്കണം. മുണ്ടാതിരുന്നാലോ നമുക്ക് വോട്ട് കിട്ടും, മുണ്ടിയാലോ വോട്ട് കിട്ടൂല. അപ്പൊ വോട്ടിന് വേണ്ടിയിട്ടാണോ? ആണോ നോക്കാം. അല്ലെങ്കിലോ മുണ്ടിയാലോ ഒരു മുടിയെടുത്തിടും. മുടിയെടുത്തിട്ടാലോ നമ്മൾ കുടുങ്ങും അല്ലേ? അപ്പൊ തറാവീഹ് എത്ര റക്അത്താകട്ടെ, ഇസ്തിഗാസ ഹലാല ജായിസാകട്ടെ അല്ലാതിരിക്കട്ടെ, അതിനെതിരെ നമ്മൾ തർക്കിക്കാൻ പോകണ്ട. നമ്മൾ രണാങ്കണത്തിലിറങ്ങിയാൽ അവര് നമ്മളെ മുടിപിടിച്ചു വലിക്കും. അതാണ് പറഞ്ഞാൽ പോരെന്ന. നമ്മൾ പോർക്കളത്തിൽ ഇറങ്ങിയാൽ അവരെ നമ്മളെ മുടി പിടിച്ചു വലിക്കും. അതുകൊണ്ട് നമുക്ക് മുണ്ടാൻ പറ്റൂല. ഇതാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മുസ്ലിം ജമാഅത്തിലേക്കുള്ള മാറ്റം. മനസ്സിലായി നിങ്ങൾക്ക്? ഈ ഹദീസുകൾ പോലും ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ പറഞ്ഞ അർത്ഥത്തിന് വിരുദ്ധമായി കയ്യിലുള്ളത് സത്യമായിരിക്കെ തന്നെ അവരെതിരെ വന്നാൽ ഉണ്ടാതിരിക്കണമെന്നാണ്. ഇതേ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം 5 കൊല്ലം മുമ്പ് പറയുന്നത്. ബാത്തിനെതിരെ ശബ്ദിക്കണമെന്നാണ്, വാഹിറായ തർക്കം വേണമെന്നാണ് നബിയെ പറഞ്ഞിട്ടുള്ളത്, ഖുർആനാണ് പറയുന്നത് എന്ന് പറഞ്ഞു മൂപ്പര് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എങ്ങനെ ഈ മനുഷ്യനെ വിശ്വസിക്കാം? ഉറങ്ങണ ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ? പിന്നല്ലേ ഉറക്കമാണെന്നാൽ ഉറങ്ങണ ഉറക്കത്തിൽ ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ? പിന്നല്ലേ ഉറക്കമാണെന്നാൽ ഈ മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അനുയായികളായി മുന്നോട്ട് പോകാൻ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് കഴിയുമോ? ഇതാണ് ഇവരുടെ ഈ മറിമായം എന്ന് പറയുന്നത്. ഈ പണ്ഡിതന്മാരെ എങ്ങനെ അംഗീകരിക്കും? ഈ പണ്ഡിതന്മാരെ അംഗീകരിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? ഒന്ന് ആലോചിച്ചോ നിങ്ങൾ. വിശ്വസിക്കാൻ ഒരു നിലക്കും പറ്റാത്ത ആളുകൾ അല്ലേ? കുട്ടികളിപ്പോഴും കുട്ടികൾ എന്തെപ്പോഴും ചെയ്യുന്നത്? കുട്ടികളിപ്പോഴും ഇങ്ങനെ പാട്ടുപാടിയിരിക്കുക. എന്ത് പാട്ടാ കുട്ടികൾ പാടുന്നത്? നിങ്ങൾ അത് രസം. കുട്ടികളിപ്പോഴും കുട്ടികളെ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ തിരുദേശം കാണുവാൻ തൗഫീഖ് തന്നിടണേ. ശരേ മുബാറക് മസ്ജിദിൽ പോവാൻ നാഥ തുണച്ചിടണേ. പരിശുദ്ധ തിരുദേശം കാണുവാൻ തൗഫീഖ് തന്നിടണേ. നാടും വീടും നാടുവിക്കും സംസാരം മോടിയോടി വന്നിടും ആ പള്ളി പ്രചാരം. നാടും വീടും നാടുവിക്കും സംസാരം മോടിയോടി വന്നിടും ആ പള്ളി പ്രചാരം. മോഡി വന്നിട്ടും പള്ളി പ്രചാരത്തിൽ വന്നില്ല. മോഡിയോടെ വന്നിടും. മോഡി പ്രചാരത്തിൽ വന്നാൽ പള്ളിയും വരുന്ന പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് വോട്ടിപ്പിച്ചതേ. കാന്തപുരത്തിൻ പൊന്നൊളിയായ കർമ്മഫലമേ, കാന്തപുരത്തിൻ പൊന്നൊളിയായ കർമ്മഫലമേ. മുബാറക് മസ്ജിദിൽ പോവാൻ നാഥ തുണച്ചിടണേ. പരിശുദ്ധ തിരുദേശം കാണുവാൻ തൗഫീഖ് തന്നിടണേ. ആത്മത്തോലോരദേശം കാത്തു വച്ചിടാൻ ആത്മനോക്കി കാത്തിരുന്ന മസ്ജിദ്
വരവാ ഇപ്പൊ വരും ഷെഹറെ മുബാറക്ക് മസ്ജിദേ. ഷെഹറെ കുട്ടികളെ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മള് പഴയ കാലത്ത് ഒരു മറ്റേ കണ്ടിരുന്ന നിങ്ങൾ ബക്കറ്റ്, മൂടില്ലാത്ത ബക്കറ്റൊക്കെ വെള്ളം തിരിച്ചിട്ട് ഇത് നിറഞ്ഞാ വള്ളി വരുന്നത് കാത്തിരിക്കണു അല്ലെ? വാട്സപ്പിലൊക്കെ കണ്ടിരുന്നില്ലേ? മൂടില്ലാത്ത ബക്കറ്റിലേ ടാപ്പ് തിരിച്ചിട്ട് ഇപ്പൊ നിറഞ്ഞാൽ പിന്നെ ഇതിൽ വെള്ളം നിറഞ്ഞാൽ ഇപ്പൊ പള്ളി വരും എന്ന് കാത്തിരിക്കുന്ന ഒരു മുടിക്കുട്ടിയുടെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കുട്ടിയില്ല. അത് സത്യമാണെന്ന് നിങ്ങൾ തോന്നും. ഇപ്പോഴും ഈ പാട്ടാ പാടുന്നത് ഈ കുട്ടികളെ. ആറ്റുചൂലോടെ വേഷം കാത്തു വെച്ചിടാൻ ആറ്റുനോറ്റു കാത്തിരുന്ന മസ്ജിദ് വരവായി പണ്ഡിതരേറെ മുന്നിട്ടിറങ്ങി പവന പള്ളി കെട്ടി പെരുകി പണ്ഡിതരേറെ മുന്നിട്ടിറങ്ങി പവന പള്ളി കെട്ടി പെരുകി ഷാറെ മുബാറക്ക് മസ്ജിദിലെത്തുവാൻ നാഥാ തുണച്ചിടണേ പരിശുദ്ധ തിരുകേശം കാണുവാൻ തൗഫീഖ് തന്നിടണേ പൊരുത്തമോടെ പലരും ഇതിൽ പങ്ക് തന്നിതാ നിരത്തിലെങ്ങും പള്ളി ചിത്രം നമ്മൾ കണ്ടതാ. നിരത്തിലെങ്ങും പള്ളി ചിത്രം നമ്മൾ കണ്ടതാ. അതിപ്പോ യാഥാർത്ഥ്യം വന്നിട്ട് ആ വലിയ പള്ളിയുടെ ചിത്രം നിങ്ങൾ നേരിട്ട് കണ്ടു കേട്ടങ്ങളൊക്കെ ചിരിച്ചു ബോധം കിടും. അതുകൊണ്ട് കാണാതെ നിങ്ങൾ കേട്ടിട്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ ചുരുക്കുണ്ടെങ്കിൽ അപ്പൊ വലിയ പള്ളിയുടെ നിരത്തിലെങ്ങും പള്ളിയുടെ ചിത്രമങ്ങിതാ. ആരൊന്നും തന്നിട്ടില്ല കേട്ടോ. പൊരുത്തമോടെ പലരും ഇതിൽ പങ്ക് തന്നിതാ. ഒന്നും തന്നിട്ടില്ല. പള്ളി ചിത്രം നമ്മൾ കണ്ടതാ പുണ്യമിനാരും പാരിനൊളിവായി പൊങ്ങിടും മട്ടിൽ വന്ന തെളിവ്. മിനാരൊക്കെ പാരിന് ഒളിവായിട്ടാണ് പൊങ്ങിക്കിടത്. 4-5 മിനാരങ്ങളൊക്കെ നാട്ടിക്കണു. പുണ്യമിനാരും പാരിനൊളിവായി പൊങ്ങിടും മട്ടിൽ വന്ന തെളിവായി ഷാറെ മുബാറക്ക് മസ്ജിദിലെത്തുവാൻ നാഥാ തുണച്ചിടണേ പരിശുദ്ധ തിരുകേശം കാണുവാൻ തൗഫീഖ് തന്നിടണേ ഷാറെ മുബാറക്ക് മസ്ജിദിലെത്തുവാൻ നാഥാ തുണച്ചിടണേ പരിശുദ്ധ തിരുകേശം കാണുവാൻ തൗഫീഖ് തന്നിടണേ തന്നിടണേ ഷാറെ മുബാറക്ക് മസ്ജിദിലെത്തുവാൻ നാഥാ തുണച്ചിടണേ. ഷെഹറെ മുബാറക്ക് മസ്ജിദ് എത്താൻ നാദാ തുണച്ചിടുന്നതിന് പാടിക്കൊണ്ടിരിക്കപ്പോഴും കുട്ടികള് പാവതിട്ടുള്ളൊരു ഗതികേടെന്ന് ആലോചിച്ചോക്കാണ്. ഈ പാട്ടിങ്ങനെ കേട്ടിട്ട് ഞാൻ അങ്ങനെ ഇരിക്കണ സമയത്ത് അങ്ങനെ ചിരിച്ചിരിക്കണം. എന്റെ കുട്ടി 3 വയസ്സായ കുട്ടി വരെ ചിരിച്ചുക. എന്താ ഈ സംഭവം കരുതിയിട്ടേ? ഇത് കേൾക്കണോല് മുഴുവൻ ചിരിക്കുകയാണ്. സ്വന്തം എനിക്ക് കുട്ടി ചിരിക്കണം, എനിക്ക് ചിരി നിൽക്കാത്തതുകൊണ്ടാണ്. കാരണം ഈ പാട്ടും പാടിയിട്ടാണല്ലോ പടച്ചോനെ. നമ്മൾ പോസണ് വിട്ടാൽ വീണ്ടും കുട്ടികൾ പാടുകയാണ്. പോസ് വെച്ചാൽ ഒന്ന് നിർത്തും, പോസ് വിട്ടാൽ വീണ്ടും കുട്ടി പാടും അല്ലേ? ഇങ്ങനെയാണ് ഈ മനുഷ്യന്മാരെ ഇപ്പോഴും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഇതൊന്നല്ല പാട്ടുകള്. ഇനി വേറൊരു പാട്ടുണ്ട്. ഈ പാട്ട് മാത്രമൊന്നല്ല പാട്ട്. ഇതിനേക്കാളൊക്കെ രസമല്ല എത്ര പാട്ടുകൾ പോലും പാടിക്കണു. മറ്റേ പാട്ടുകൾ കേട്ടില്ലേ? ഷെഹറെ മുബാറക്ക് പിന്നെ അതിന്റെ സനദുള്ള പാട്ടേ. ഷെഹറെ മുബാറക്കിന്റെ സനദ് എവിടെ ഉണ്ട്? ബുഖാരിയിൽ ഷെഹറെ മുബാറക്കിന്റെ സനദ് ഉണ്ട് എന്ന് പറയുന്ന പാട്ട് കേട്ടോളി. ശൈലം മധുഹസ്രതിലോടാൻ സാധിച്ചു
അബൂബക്കർ ബിൻ അഹ്മദിനെതിരെത്തിച്ചു ഷെയ്ഖ് മുബാറക്കുടൻ നൽകാൻ കൽപ്പിച്ചു മുത്തുനബി. അല്ലാ, റസൂലുള്ള പിന്നെ ഹസറിനെ ഒളിപ്പിച്ചിട്ടേ ഷെയ്ഖ് അബൂബക്കറിന് കേശ ഉടൻ നൽകുമെന്ന് കൽപ്പിച്ചു. അഷ്റഫുൽ ഖൽഖ് നബി മുത്തുനബി അഷ്റഫുൽ ഖൽഖ് നബി ഖൈറുൽ റഹ്മത്തായി തന്നുദിച്ച ത്വാഹ നബി ഫാത്തിൻ മുഹമ്മദ് നബി. ആ തിരുദേശത്തിന് ശരിയായ സനതുണ്ട്. അബൂ തൽഹത്തുൽ അൻസാരി തങ്ങൾ അതിലുണ്ട്. ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലുണ്ട്. ആർക്കും എന്നും സഹീഹ് ബുഖാരി അതിന്റെ സനതുണ്ട് തന്നെ. നോക്കാം മർക്കസിലുണ്ട്. ചെന്ന് നോക്കൂ നിങ്ങൾ സനത് നോക്കൂ. ചെന്ന് നോക്കൂ നിങ്ങൾ സനത് നോക്കൂ. മർക്കസ് അതിലുള്ളൊരു വേദി തുറന്നിട്ടുണ്ട്. സനത് കാണിച്ചു കൊടുക്കാനായിട്ട് വേദി തുറന്നിട്ടുണ്ട് മർക്കസേ. ആഗമം ചെയ്തിട്ടുണ്ട്. മൂജമാഅത്തുകാർ ദീനിനെ തള്ളി. മുത്തേടൻ ഹാസിനിയും പാപ്പിയും കരിതുള്ളി. മുമ്പും ഇതുപോലെ പലതും അവർ തള്ളി. മുഴുവൻ സമായാകും കേൾപ്പിക്കെതിരെ തുള്ളി. എന്തുണ്ടായി സുഹൃത്തെ ചിന്തിക്കൂ നീ. എന്തുണ്ടായി സുഹൃത്തെ ചിന്തിക്കൂ നീ. കേൾപ്പി ഉസ്താദ് എല്ലാ നിലയ്ക്കും വിജയത്തില റബ്ബിൻ തൃപ്തിയില. മൂപ്പരിപ്പ റളിയല്ലാഹു അൻഹു അല്ലേ? മൂപ്പരേ ഇപ്പൊ അള്ളാഹ് തൃപ്തിപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളയും മൂപ്പരും തൃപ്തിപ്പെട്ടുക. മൂപ്പര പദവിയൊക്കെ വലിയ ഉയർച്ചയിലാ. ഈ പറയുന്നത് മൂപ്പര പേര് വെക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയണമെന്നാണ് കേൾക്കി. അള്ളാഹ് തൃപ്തിപ്പെട്ടു. ആ തിരുകേശം മുക്കി വെള്ളം തോടുക്കുന്നു. ആശിരം കിട്ടാനായി സുന്നികളത് കുടിക്കുന്നു. ആ വിവരം സുന്നികൾ ഉമ്മാക്ക് കൊടുക്കലല്ല, കുടിക്കലാണ്. മറ്റേ ഉമ്മാക്ക് കൊടുക്കുള്ളൂ. കേട്ടറിഞ്ഞ് ജനലക്ഷമൊഴുകുന്നു. ആ വഴി പോയവർ ലക്ഷ്യത്തിലെത്തിടുന്നു. എത്തിയിടുമേ ലോകം മാറിയിടുമേ. ഓർക്ക് ആർക്കും ഒരു രോഗമല്ല. എത്തികൾക്ക് ആർക്കും ഒരു രോഗമല്ലല്ലോ. എത്തിയിടുമേ ലോകം മാറിയിടുമേ. എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമായിടുമേ. പാപം പൊറുത്തിടുമേ.